ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ പാഠഭാഗമാണ്. പാഠത്തിൻ്റെ പേരാണ് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിൽ ഒരു ഫാമിലി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഡാഡ് വൈ ആർ സോ മെനി ഐറ്റംസ് മിക്സ്ഡ് ഇൻ ദിസ് സ്നാക്ക്? ഐ ഡോണ്ട് ലൈക്ക് സം ഓഫ് ദം അറ്റ് ഓൾ. അപ്പം കുട്ടി പറയുകയാണ്, ഇതിലൊക്കെ ഒരുപാട് ഈ സ്നാക്സിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, ഇതിൽ ചിലതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാം. അപ്പോൾ അച്ഛൻ പറയാണ്, ഇറ്റ് ഈസ് ദിസ് സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് സ്നാക്ക് ദാറ്റ് ലേറ്റർ ഗേവ് ഇറ്റ്സ് നെയിം മൈ ഡിയർ. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്, ഈ പലഹാരത്തിന്റെ ഈ പ്രത്യേകത കൊണ്ടാണ് മോനെ ഇതിന് ഈ പേര് കിട്ടിയതെന്ന്. അപ്പൊ അതെന്താണ് പലഹാരം? മിക്സ്ചറാണ് അല്ലേ? മിക്സ്ചറിലാണ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അല്ലേ? യു മൈറ്റ് ഹാവ് ഗസ്റ്റ് വാട്ട് ദ ബോയ് ഈസ് ടോക്കിംഗ് അബൌട്ട്. അപ്പൊ കുട്ടി എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. What are the different items in this snack? Examine the snack and find out the items in it. Discuss the in groups and make a list. അപ്പം അതിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾക്ക് അറിയാലോ, മിക്സ്ചറിൽ ഒരുപാട് സാധനം ഉണ്ടാവും. കരിവേപ്പില ഉണ്ടാവും, നിലക്കടല ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഗ്രീൻ പീസ് ഉണ്ടാവും, പൊരിക്കടല ഉണ്ടാവും. അപ്പോൾ അത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് നട്ട്, ഫ്രൈഡ് ഗ്രാം, കറി ലീവ്സ്, സാൾട്ട്, ചില്ലി പൗഡർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വി യൂസ് എ വെറൈറ്റി ഓഫ് ഐറ്റംസ് ലൈക്ക് ദിസ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മൾ ദിവസമുള്ള ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് മിക്സ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യു ഓൾറെഡി നോ മെനി ഐറ്റംസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പ്രിപ്പയർ ഫുഡ്. ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു ചപ്പാത്തി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അതിൽ ഗോതമ്പ് മാവുണ്ട്, വെള്ളമുണ്ട്, അതേപോലെ തന്നെ ഉപ്പുണ്ട്, അങ്ങനെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത്. Having you noticed that new substances are produced by mixing different items in the field of agriculture, health, construction, etc. Observe the picture. അപ്പോൾ നമ്മൾ ഫുഡിനെ മാത്രമല്ല, വേറെ എന്ത് കാര്യം, അഗ്രികൾച്ചറിൻ്റെ കാര്യം എടുത്താലും, കൃഷിയുടെ കാര്യം എടുത്താലും, പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം എടുത്താലും, കൺസ്ട്രക്ഷൻ ഫീൽഡിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യം എടുത്താലും നമുക്കറിയാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യോജിപ്പിച്ചിട്ടാണ് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീടൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ടാണ്. ആ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു മിക്സിംഗ് ആണ്. അതിൽ സിമെൻ്റ് ഉണ്ട്, മണലുണ്ട്, വെള്ളമുണ്ട്, അങ്ങനെയാണ് അത് മിക്സ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ, പലവിധ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. വെജിറ്റബിളിൻ്റെ അവശിഷ്ടം ഉണ്ടാവും, അതേപോലെ തന്നെ എഗ്ഗ് ഷെൽസ്, അങ്ങനെ പിന്നെ കരിയിലകൾ, ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത സാധനമല്ല നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. യു ആർ ഫെമിലിയർ വിത്ത് ദോസ് സബ്സ്റ്റൻസ് ആർ ഇൻ യു. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്. അപ്പം കോൺക്രീറ്റും കമ്പോസ്റ്റും നിങ്ങൾക്കറിയാമോ? അപ്പം കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സിമെൻറ്റ്, സാൻഡ് ആൻഡ് ഗ്രാവൽ ഓർ ക്രഷ്ഡ് സ്റ്റോൺ. സിമെൻറ്റ് ഉണ്ടാവും, പൂഴി ഉണ്ടാവും, ക്രഷ്ഡ് പൊടിച്ച കല്ല് ഉണ്ടാവും, വാട്ടർ. ഇതുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പീൽസ്, ടീ ബാഗ്സ് ആൻഡ് കോഫി ഗ്രൗണ്ട്സ്, എഗ്ഷെൽസ്, ഗ്രാസ് ക്ലിപ്പിംഗ്സ്, ലീവ്സ് ആൻഡ് സ്മോൾ ടിക്സ്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ആർ ദ ഹൗസ് ഹോൾഡ് ബയോ വേസ്റ്റ് യൂസ്ഡ് ടു മേക്ക് കമ്പോസ്റ്റ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അതാണ് നമ്മളിവിടെ പറഞ്ഞത്. വെജിറ്റബിൾ, ഫ്രൂട്ട് പീൽസ്, ക്യാപ്സ്, ടീ ബാഗ്സ് ആൻഡ് കോഫി ഗ്രൗണ്ട്സ്, എഗ് ഷെൽസ്, ഗ്രാസ് ക്ലിപ്പിംഗ്സ്, അതായത് പുല്ലിൻ്റെ അവശിഷ്ടങ്ങൾ, ലീവ്സ്, ഇല, ആൻഡ് സ്മോൾ ടിക്സ്, ചെറിയ ചെറിയ കമ്പുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് കോൺക്രീറ്റ്, കമ്പോസ്റ്റ് ആൻഡ് മിക്സ്ചർ? ആർ ദേ മെയ്ഡ് ബൈ മിക്സിംഗ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്? ഡിസ്കസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. കോൺക്രീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കി, കമ്പോസ്റ്റ് എന്താണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ മിക്സ്ചർ, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദേ മെയ്ഡ് ബൈ മിക്സിംഗ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടല്ലേ ഇത് ഉണ്ടാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ 3 ആർ ഇൻഡീഡ് മേക്ക് ബൈ മിക്സിംഗ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഇപ്പോൾ ഇതിൽ 3 കാര്യങ്ങളും എന്താണ്? ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡേ ലൈഫ് ആൻഡ് സയൻസ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? ഒരു പദാർത്ഥങ്ങളുടെ അസോസിയേഷനാണ്, സബ്സ്റ്റൻസസിൻ്റെ അസോസിയേഷനാണ് ഇതിൽ പറയുന്നത്. ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ കൂടിച്ചേർന്ന്, അതായത് ഒന്ന് കൂടുതൽ സാധനങ്ങൾ കൂട്ടിച്ചേർന്ന് ഒരു പുതിയൊരു സാധനം ഉണ്ടാവുകയാണ്. അങ്ങനെ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ്, അതാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്.
ഓക്കെ, പിക്ചർ ഓഫ് ടു കോമൺ ഹോം മെയ്ഡ് ഡിഷസ് ആർ ഗിവൺ ബിലോ, ഒബ്സർവ് ദം. അപ്പം 2 പിക്ചർ തന്നിട്ടുണ്ട്. ഒന്ന് സാലഡും ആണ്, നമുക്കറിയാലോ തൈരൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാലഡ്. രണ്ടാമത്തത് പിക്കിളും, മാംഗോ പിക്കിളാണ്, മാങ്ങ അച്ചാറാണ്. വിച്ച് ആർ ദ ഇൻഗ്രീഡിയൻസ് യൂഷ്വലി യൂസ്ഡ് ഇൻ സാലഡ് ആൻഡ് മാംഗോ പിക്കിൾ. അപ്പോൾ ഇതിൽ എന്താണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്, സാലഡിൽ എന്താണ് ഉപയോഗിക്കുന്നത്, മാംഗോ പിക്കിളിൽ എന്താ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സാലഡ് നമുക്ക് ഇഷ്ടം പോലുള്ള വെറൈറ്റി ഓഫ് സാലഡ് ഉണ്ടാക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റോ വെജിറ്റബിൾസ്, അതായത് ഓണിയൻ എടുക്കാം, ടൊമാറ്റോ എടുക്കാം, ക്യൂക്കമ്പർ എടുക്കാം, ക്യാരറ്റ് എടുക്കാം, ലെറ്റ്യൂസ് എടുക്കാം, പിന്നെ ഫ്രൂട്ട്സ് ചേർക്കാം, എന്നിട്ട് സാൾട്ട്, പെപ്പർ, എന്നിട്ട് അതേപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്യാൻ ഒരു ഓയിലോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഒരു സാലഡിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെയാണ്. ഇനി അടുത്ത നമ്മളുടെ മാംഗോ പിക്കിളാണ്. മാംഗോ പിക്കിളിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? റോ മാംഗോസ് എന്ന് പറഞ്ഞാൽ എന്താ, പച്ച മാങ്ങ, പിന്നെ സാൾട്ട് വേണം, പിന്നെ കുറച്ച് സ്പൈസസ് എന്ന് പറഞ്ഞാൽ എന്താ, ചില്ലി പൗഡർ, അതായത് മുളക് പൊടി, ടെർമറിക് എന്ന് പറഞ്ഞാൽ എന്താ, മഞ്ഞൾപ്പൊടി, ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഉലുവ, അസഫോയിറ്റിഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായം, ആൻഡ് ഓയിൽ ബേസ് ലൈക്ക് മസ്റ്റാർഡ് ഓയിൽ ഓർ വിനാഗർ. പിന്നെ നമുക്കൊരു ഓയിൽ വേണം, പിന്നെ ഒരു വിനാഗർ വേണം. ഇതൊക്കെയാണ്. വിനാഗർ എന്ന് പറഞ്ഞാൽ സുർക്ക എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നിങ്ങൾ ബുക്കിൽ ഇത് വെക്കുക. വിച്ച് ആർ ഇൻഗ്രീഡിയൻസ് യൂഷ്വലി യൂസ്ഡ് ഇൻ സാലഡ് ആൻഡ് മാംഗോ പിക്കിൾ. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് ആർ ദ in the ingredients and their quantity important in making the food delicious. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നാണ് അടുത്ത ചോദ്യം. അപ്പം ശരിയല്ലേ? ബോത്ത് ദ ചോയ്സ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആൻഡ് their quantity are critical for making food delicious. ഒരു ഫുഡ് നല്ല ഡെലീഷ്യസ് ആണ്, നല്ല സ്വാദുള്ളത്, രുചിയുള്ളതാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Too much or too little of a key ingredient can ruin the dishes. അപ്പം നമ്മൾ കൂടുതൽ ചേർത്താലും അല്ലെങ്കിൽ കുറവ് അളവ് ചേർത്താലും നമ്മുടെ ഡിഷ് ചിലപ്പോൾ എന്താണ് നഷ്ടപ്പെടുന്ന, നാശം വരാം, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ അച്ചാറിൽ ഒരുപാട് മുളക് പൊടി വാരിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാൻ കഴിയില്ല. അതേപോലെ ഒരുപാട് ഉപ്പിട്ട് എല്ലാം നമ്മളൊരു പാകത്തിന് ഇടണം. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫുഡ് നല്ല രുചിയുള്ളതാകാൻ അതിന് ഇടുന്ന ഇൻഗ്രീഡിയൻസും അതേപോലെ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റസ് പ്രിപ്പയർ എ സാലഡ്. ഇനി ഒരു സാലഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഷാൽ വി പ്രിപ്പയർ എ ഡെലീഷ്യസ് സാലഡ് ഇൻ ദ ക്ലാസ്? വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ടു പ്രിപ്പയർ എ സാലഡ്? ഡിസ്കസ് ദ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പ്രിപ്പയർ എ ലിസ്റ്റ്. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കി നോക്കാം. അപ്പം മെറ്റീരിയൽ റിക്വയർഡ്, സാലഡ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, സാൾട്ട് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതുക. പിന്നെ അതേപോലെ തന്നെ ലെറ്റസ് സ്റ്റാർട്ട് മേക്കിംഗ് ദ സാലഡ്. ഇനി സാലഡ് ഉണ്ടാക്കുക. ഈച്ച് ഗ്രൂപ്പ് ക്യാൻ ടേക്ക് നെസസറി ഇൻഗ്രീഡിയൻസ്, മേക്ക് ദ സാലഡ് ആൻഡ് ഷെയർ ഇറ്റ് ഇൻ ദ ക്ലാസ്. ഓരോരുത്തരും ഇൻഗ്രീഡിയൻസും അതേപോലെ സാലഡും ഉണ്ടാക്കിയിട്ട് ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഈച്ച് ഗ്രൂപ്പ് ഷുഡ് റൈറ്റ് ദ റെസിപ്പി ഓഫ് സാലഡ് ദേ ഹാവ് പ്രിപ്പയർഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ സാലഡിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി അത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. To make a quick and delicious simple salad, start by gathering your fresh ingredients. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താക്കാൻ നോക്കാം. യൂസ് 1 large tomato, ഒരു വലിയ ടൊമാറ്റോ, 1 cucumber and small red onion for seasoning. സീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് For seasoning, you will need salt, black pepper and lemon juice. Adding some chopped fresh coriander boost the flavor. അപ്പോൾ എന്തൊക്കെ വേണം? നമുക്ക് സാൾട്ട് വേണം, ബ്ലാക്ക് പെപ്പർ, കുരുമുളക് വേണം, അതേപോലെ ലെമൺ ജ്യൂസ് വേണം, പിന്നെ നമുക്ക് കൊറിയാൻഡർ, കരിവേപ്പിലയും നല്ല ഫ്രഷ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. എങ്ങനെയാണ് മെത്തേഡ്? thoroughly wash and then dice the tomato, cucumber and onion into small uniform pieces. അപ്പോൾ വാഷ് ചെയ്യുക, എന്നിട്ട് ടൊമാറ്റോയും ക്യുക്കമ്പറും ഓണിയനും ഒക്കെ നമ്മൾ സ്മോൾ നല്ല ഒരേപോലെയുള്ള യൂണിഫോം പീസസ് ആക്കുക. പ്ലേസ് ഓൾ ദം ചോപ്ഡ് വെജിറ്റബിൾ ഇൻ എ മിക്സിംഗ് ബൗൾ. പിന്നെ ഒരു ബൗളിൽ മിക്സ് ചെയ്യാം. സ്ക്വീസ് ദ ഫ്രഷ് ലെമൺ ജ്യൂസ് ഓവർ ദ വെജിറ്റബിൾ. എന്നിട്ട് ആ വെജിറ്റബിളിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാം? ലെമൺ ജ്യൂസ് ഒഴിക്കുക. ആൻഡ് ദെൻ സീസൺ ലിബറലി വിത്ത് സോൾട്ട് ആൻഡ് എ പിഞ്ച് ഓഫ് ബ്ലാക്ക് പെപ്പർ. പിന്നെ അതിൽ സോൾട്ട് ചേർക്കുക, കുറച്ച് കുരുമുളക് ചേർക്കുക. Gently toss everything together just before serving to ensure the vegetable remain crisp. Enjoy this refreshing healthy mixture. നമ്മൾ വിളമ്പുന്നതിന് മുമ്പ്, സെർവ് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് മിക്സ് ആക്കുക. അങ്ങനെ എൻജോയ് ചെയ്യുക. ഓക്കെ.
അത്രയാണ് നമുക്ക് എന്തുണ്ടാക്കാനുള്ളത്, സാലഡ് ഉണ്ടാകാനുള്ള റെസിപ്പി. ഇനി അടുത്ത പേജ് നോക്കാം. യു ഹാവ് പ്രിപ്പയർഡ് ദ സാലഡ് ബൈ മിക്സിംഗ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലാണെച്ചാലോ ഒരാൾ ഉണ്ടാക്കിയ റെസിപ്പി ആയിരിക്കില്ല മറ്റേ ആൾ ഉണ്ടാക്കിയത്. ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ദ ഫുഡ് വി ഈറ്റ് ഡെയിലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സച്ച് സബ്സ്റ്റൻസസ്. അപ്പോൾ നമ്മൾ തിന്നുന്ന ഫുഡ് ഇങ്ങനത്തെ പല സബ്സ്റ്റൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ലിസ്റ്റ് മോർ എക്സാമ്പിൾ, ഡിസ്കസ് ഓൺ ഹൗ ടു പ്രിപ്പയർ എ മാംഗോ പിക്കിൾ, റൈറ്റ് ദ റെസിപ്പി ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ ഒരു മാംഗോ പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ എഴുതാം. ഓക്കെ, ഒരു മാംഗോ പിക്കിൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 kg റോ മാംഗോസ് ചോപ്പ് ചെയ്ത് 1 കിലോ റോ മാംഗോ, 100 gram salt, 300 ml mustard oil, 2 table turmeric, 2 tablespoon chili powder, 2 tablespoon fenugreek seed and 4 tablespoon mustard seeds. ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു പിക്കിൾ ഉണ്ടാക്കുക? വാഷ് ആൻഡ് തറോലി ഡ്രൈ ദ മാംഗോ പീസസ്. അപ്പം നമ്മൾ നല്ലോണം വാഷ് ചെയ്യുക, എന്നിട്ട് മാംഗോ ഡ്രൈ ആക്കുക, ഉണക്കുക. മിക്സ് ദം വിത്ത് സാൾട്ട് ആൻഡ് ടർമറിക്. എന്നിട്ട് സാൾട്ടും ടർമറിക്കും ആയിട്ട് മിക്സ് ചെയ്യുക. ദെൻ ലെറ്റ് സിറ്റ് ഓവർനൈറ്റ്. അത് ഓവർനൈറ്റ് നമ്മൾ വെക്കാം. ഡ്രെയിൻ ആൻഡ് റിലീസ്ഡ് വാട്ടർ. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വെള്ളം വന്നിട്ട് അത് നമ്മൾ ഡ്രെയിൻ ചെയ്യാം. സെപ്പറേറ്റ്ലി ഹീറ്റ് ആൻഡ് കൂൾ ദ മസ്റ്റേർഡ് ഓയിൽ കംപ്ലീറ്റ്ലി. അങ്ങനെ ഹീറ്റ് നമ്മൾ ഓയിൽ ഹീറ്റ് ചെയ്യുക. അതിൽ മസ്റ്റാർഡ് ഓയിൽ, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. കമ്പൈൻ ദ മാംഗോസ്, ദ ഗ്രൗണ്ട് ഫെനുഗ്രീക്ക് ആൻഡ് മസ്റ്റാർഡ് സീഡ്സ്, ചില്ലി പൗഡർ ആൻഡ് കൂൾഡ് ഓയിൽ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യാം. സ്റ്റോർ ദ സ്പൈസ് ആൻഡ് ഓയിൽ മിക്സ്ചർ ഇൻ എ ക്ലീൻ ഡ്രൈ ജാർ ഫോർ എ വീക്ക്, സ്റ്റിയറിംഗ് ഡെയിലി ടു അലൗ ദ ഫ്ലേവേഴ്സ് ടു മെച്ചർ. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒരു നല്ലൊരു ജാറിൽ, ഡ്രൈ ആയ ജാറിൽ വെക്കാം. ഒരു വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു പിക്കിൾ ഉണ്ടാക്കുന്നതിന് ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? You are understood that concrete compost mixture salad and mango pickle have more than one component. അപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കണം ഇതിലൊക്കെ എന്തുണ്ട്, ഒന്നിൽ കൂടുതൽ കമ്പോണൻറ്റ് ഉണ്ടെന്ന്. All these are mixtures. Similarly, there are many substances around us that are composed of more than one component. Find them and identify their components. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനത്തെ ഒരുപാട് കോമ്പോണൻസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എഴുതാം. അപ്പോൾ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് a mixture is defined as a combination of 2 or more substances where each substance retains its own chemical properties and substances are not chemically bonded. ഇനി നമുക്ക് മിക്സ്ചർ ടൈപ്പ് നോക്കാം. കോൺക്രീറ്റിൽ എന്തൊക്കെയുണ്ട്? സിമെൻറ്റ് ഉണ്ട്, സാൻഡ് ഉണ്ട്, ഗ്രാവൽ ഉണ്ട് ആൻഡ് വാട്ടർ. ഓക്കെ, ഇനി അടുത്ത കമ്പോസ്റ്റ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഡീക്കെയിങ് ഓർഗാനിക് വേസ്റ്റിൻ്റെ ഒരു മിക്സിംഗ് ആണ് ഉണ്ടത്. അതിൻ്റെ എന്തൊക്കെയാണ് സബ്സ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ടീ എന്ന് പറയുന്നത് ചായ, വാട്ടർ ഉണ്ട്, ടീ ലീവ്സ് ഉണ്ട്, ഷുഗർ ഉണ്ട്, മിൽക്ക് ഉണ്ട്. ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക് സോഡ നമ്മൾ കുടിക്കുന്ന സോഡ, അതിലെന്തുണ്ട്? വാട്ടർ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫ്ലേവറിങ് ലിക്വിഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാസ് ഉണ്ട്. അപ്പോൾ ലിക്വിഡ് ഫോമിലുണ്ട്, ഷുഗർ എന്ന് പറഞ്ഞാൽ സോളിഡ് ഫോമിലാണ്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ്. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്, കോള, അതേപോലെ തന്നെ പെപ്സി, 7up, ഇതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലേവർ ഏജൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്യാസും ഉണ്ട്. ഇനി ബ്രെഡ്, നമ്മൾ കഴിക്കുന്ന ബ്രെഡ്, അതിനെന്തുണ്ട്? ഫ്ലോർ, അതായത് പൊടി, മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഫ്ലോർ പൊടി എന്ന് പറയുന്നത് സോളിഡാണ്. അതേപോലെ വാട്ടർ ഓർ മിൽക്ക് ഉണ്ട്, അത് ലിക്വിഡ് ഫോമാണ്. ഷുഗർ എന്ന് പറയുന്നത് സോളിഡാണ്, എഗ്ഗ് ലിക്വിഡാണ്, ബേക്കിംഗ് പൗഡർ സോളിഡ്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള ഇൻഗ്രീഡിയൻസും ഉണ്ട്, സോളിഡ് ഫോമിലുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ഉണ്ട്. ഇനി എയർ, നമ്മൾ ശ്വസിക്കുന്ന വായു, അതിലെന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ബ്രാസ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പറും സിങ്കും ആണ് ബ്രാസ്. ഇനി
ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ആൻഡ് ടിന്ന്. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന പിച്ചള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ് ആണ്. ഒരു സബ്സ്റ്റൻസിൻ്റെ അല്ല, ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, all the ingredients in the mixtures you have prepared belong to the same state of matter. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ മിക്സ്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ലൈം വാട്ടർ, അങ്ങനത്തെ കുറേ സാധനം, കോൺക്രീറ്റ്, ചോക്ക് പൗഡർ, അത് സോൾട്ട് വാട്ടർ, ലൈം ജ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചത് യു ഹാവ് പ്രിപ്പയർഡ് ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതൊക്കെ ഒരേ അവസ്ഥയിലുള്ളതാണ്, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഒരേ അവസ്ഥയിലുള്ള ഒരേ സ്റ്റേറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. ഏത് മിക്സ്ചറാണ് സോളിഡിൽ ഡിസോൾവ് ചെയ്യാന്ന് വെച്ചിട്ട് അലിഞ്ഞു ചേർന്നത് ഏതൊക്കെയാണ്? ആർ ദർ എനി മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്, രണ്ട് സോളിഡുകൾ ചേർന്ന മിക്സ്ചേഴ്സ് ഉണ്ടോ? വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ ചെയ്ത് നോക്കാം. All the ingredients in the mixtures you have prepared belong to same state of matter. എല്ലാം ഒരേ സ്റ്റേറ്റിലാണ്. സോളിഡ് മാത്രമാണോ, അല്ലെങ്കിൽ ലിക്വിഡ് മാത്രമാണോ, അല്ലെങ്കിൽ ഗ്യാസ് മാത്രമാണോ? അപ്പോൾ നമ്മുടെ സെയിം സ്റ്റേറ്റ് അല്ല, പല സ്റ്റേറ്റിലും കൂടി ചേർന്ന് നിൽക്കണം. അപ്പോൾ നോ, ദ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചേഴ്സ് ഡു നോട്ട് ഓൾ ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഫോർ എക്സാമ്പിൾ ഇൻ സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളത്തിൽ, ആൻഡ് ലൈം ജ്യൂസ്. ലൈം ജ്യൂസിലും നമ്മൾ നോക്കാന്ന് വെച്ചാൽ സോളിഡാണ്. അതിൽ സോൾട്ട് വാട്ടറിലാണെന്ന് വെച്ചാൽ സോൾട്ട് അഥവാ ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. ആൻഡ് മിക്സ്ഡ് വിത്ത് ലിക്വിഡ്, അത് എന്തുമായിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? ലിക്വിഡായിട്ടാണ്, വെള്ളമായിട്ടാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്. അപ്പോൾ അവിടെ സോളിഡും ലിക്വിഡും ഉള്ള കോമ്പിനേഷനാണ് വന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ്. ഒന്ന് സോളിഡും ഒന്ന് ലിക്വിഡും ആണ്. ഇപ്പോൾ സോൾട്ട് വാട്ടർ എടുക്കാൻ വെച്ചാലും ലൈം ജ്യൂസ് എടുക്കാൻ വെച്ചാലും അവിടെ ഒന്ന് സോളിഡും അടുത്തത് ലിക്വിഡും ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുക, അലിഞ്ഞു ചേരുന്നത് ഏതാണ്? The mixtures in which solid is dissolved in liquid include salt water, blue vitriol solution and lime juice. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡിൽ ഏതൊക്കെ നമുക്ക് എഴുതാം? സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം എഴുതാം, ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ എഴുതാം, പിന്നെ ലൈം ജ്യൂസ് എഴുതാം. വേർ സോളിഡ് ഷുഗർ ആൻഡ് സോൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ ലിക്വിഡ് കമ്പോണൻസ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആർ എനി മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്, രണ്ട് സോളിഡിൻ്റെ ഏതെങ്കിലും മിക്സ്ചർ ഉണ്ടോയെന്ന്? യെസ്, ദർ ആർ മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്. ആൻ എക്സാമ്പിൾ ഈസ് റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്. റവയും ഉപ്പും കലർന്നത് നമുക്ക് എന്തെഴുതാം? എക്സാമ്പിളായിട്ട് എഴുതാം. മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്തെഴുതാം? റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. അത് ഏതൊക്കെയാണ്? ദ മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് dissolved in a liquid are lime juice, which contains both sugar and salt dissolved in water. അപ്പോൾ ലൈം ജ്യൂസിൽ അതിൽ സോൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്. അതെന്താണ്? വെള്ളത്തിൽ. അത് രണ്ടും സോളിഡാണ് അല്ലേ? ഷുഗർ, സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സോളിഡാണ്. അതാണ് വാട്ടർ എന്ന ലിക്വിഡിൽ ഡിസോൾവ് ആയിട്ടുള്ളത്. ആൻഡ് ദ സ്പെസിഫൈഡ് എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്, അങ്ങനെയുള്ളതിന് നമ്മൾ എന്താണ് പറയുന്നത്? ദീസ് മിക്സ്ചേഴ്സ് ആർ കോൾഡ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഓർ സൊല്യൂഷൻ ബിക്കോസ് ദ സോളിഡ് കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് ഇൻ ദ ലിക്വിഡ് ഫോമിങ് എ യൂണിഫോം കമ്പോസിഷൻ. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമോജീനിയസ് എന്നാണ് പറയുന്നത്, മിക്സ്ചേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ ഉപ്പ് വെള്ളം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, അതിന് എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അത് പൂർണ്ണമായിട്ട് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര വെള്ളത്തിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് ഒരു സ്പൂൺ എടുത്ത് നോക്കിയാലും അതിന് ഒരേ ടേസ്റ്റ് ആയിരിക്കും.
uniform composition. Okay, these mixtures are called homogeneous mixtures or solution because the solid completely dissolves in the liquid, forming a uniform composition. Example, salt dissolved in water. വെള്ളത്തിൽ ഉപ്പലിയുന്നത് salt solution. Sugar dissolved in water, അത് sugar solution. Both the examples are solid liquid mixtures where the solid dissolves completely. അപ്പോൾ ഈ എക്സാമ്പിളിലൊക്കെ സോൾട്ട് വാട്ടർ ലൈം വാട്ടർ എന്ന് പറയുന്നതിൽ ഇതിൽ സോളിഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യാണ്. ഇനി അടുത്തത് മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്. These are two solid mixtures, often heterogeneous since the solid can seen separately. ഇതിനെ നമ്മൾ പറയുക ഹെട്രോജീനിയസ് എന്നാണ് ഈ മിക്സ്ചേഴ്സിനെ പറയുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ ഇപ്പോൾ ലൈം വാട്ടറിൽ നമുക്ക് പിന്നെ എന്താണ് ഷുഗറിനെ ഒന്നും പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മൾ റവ വിത്ത് സാൾട്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. സാൻഡ് മിക്സ്ഡ് വിത്ത് ഷുഗർ അത് നമുക്ക് ഫിസിക്കലി കാണാം. ഓക്കെ, അയൺ ഫില്ലിങ്സ് വിത്ത് സൾഫർ പൗഡർ. Mixtures with more than one solid dissolved in a liquid. Here, more than one type of solid is dissolved completely in liquid, resulting in a uniform solution. Example, potassium permanganate and salt dissolved in water. ഇനി നമുക്ക് അടുത്തത് നോക്കാം. Mixtures in which all components are visible. എല്ലാ കമ്പോണൻസും വിസിബിൾ ആയത് ഏതാണ്? ഹെട്രോജീനിയസ് ആണ്. ദീസ് ആർ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് വേർ കമ്പോണൻസ് ആർ നോട്ട് യൂണിഫോംലി മിക്സ്ഡ് ആൻഡ് ക്യാൻ ബി സീൻ സെപ്പറേറ്റ്ലി. അപ്പോൾ ഈ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യൂണിഫോം ആയിട്ട് മിക്സ് എല്ലാ സ്ഥലത്തും ഒരേപോലെ മിക്സ് ആയിട്ടുണ്ട്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ചോക്ക് പൗഡർ ഇൻ വാട്ടർ. അപ്പോൾ ചോക്ക് പൗഡർ വാട്ടറിൽ മുഴുവനായിട്ട് കലങ്ങൂല. സാൻഡ് ഇൻ വാട്ടർ, വെള്ളത്തിൽ സാൻഡ് ഇട്ടാൽ എങ്ങനെയാണ് അതും ഇങ്ങനെ ഡിസോൾവ് ചെയ്യൂല, അത് നമുക്ക് കാണാം. സാലഡിലും നമുക്ക് സാധനങ്ങളൊക്കെ കാണാം, അത് ഡിസോൾവ് ചെയ്ത് നിൽക്കൂല. മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ, നമുക്ക് കാണാൻ പറ്റാതെ ഏതൊക്കെയാണ്? ദേ ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ദ കമ്പോണൻസ് മിക്സ് യൂണിഫോംലി ആൻഡ് കനോട്ട് ബി സീൻ സെപ്പറേറ്റ്ലി. അതിൽ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പേജ് നമ്പർ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ നമുക്ക് നോക്കാം. യു ഹാവ് പ്രിപ്പയർഡ് മെനി മിക്സ്ചേഴ്സ് ഹാവിങ് യു ഇൻ വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ഈസ് വൺ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഇൻ അനദർ വൺ. യു ഹാവ് ലേൺഡ് ദാറ്റ് such mixtures are solutions. You know that solutions are formed by dissolving a solute in a solvent. Find more examples for solutions, tabulate them and present in the class, discuss their component. അപ്പോൾ നമ്മൾ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഈ ടേബിളിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് എഴുതാം. ഓക്കെ, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു, അതേപോലെ ലിക്വിഡ് സൊല്യൂഷനും പറഞ്ഞു, ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ, ഗ്യാസ് സൊല്യൂഷൻ. ഏതൊക്കെയാണ്? സോളിഡ് ലിക്വിഡ് സൊല്യൂഷനിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ എഴുതാം, പിന്നെ ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ എഴുതാം, സാൾട്ട് സൊല്യൂഷൻ എഴുതാം. ലിക്വിഡ് സൊല്യൂഷനിൽ വിനെഗർ എഴുതാം, ആൽക്കഹോൾ ആൻഡ് വാട്ടർ എഴുതാം, ഗ്ലിസറിൻ ആൻഡ് വാട്ടർ എഴുതാം. ഇനി ഗ്യാസും ലിക്വിഡും, സോഡ വാട്ടർ. നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഗ്യാസും ലിക്വിഡും ഉണ്ട്. വെള്ളത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്? എന്താ കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റി വിടുന്നുണ്ട്. ഓക്സിജൻ ഇൻ വാട്ടർ, അമോണിയ ഗ്യാസ് ഇൻ വാട്ടർ. ഗ്യാസ് സൊല്യൂഷൻ, ഗ്യാസിൻ്റെ മിക്സ്, രണ്ടും ഗ്യാസ് തന്നെ ആയത് ഏതാണ്? എയർ, നാച്ചുറൽ ഗ്യാസ്, ഹീലിയം, നിയോൺ ഗ്യാസ്. ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. വാട്ട് ഈസ് ദ മിക്സ്ചർ എ കോമ്പിനേഷൻ ഓഫ്? ഈ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. വാട്ട് ആർ ദ മിക്സ്ചേഴ്സ് കോൾഡ് വെൻ വൺ സബ്സ്റ്റൻസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ അനദർ? ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിനെന്ത് പറയുന്നു? സൊല്യൂഷൻസ്. വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഡിസോൾവ്ഡ് ടു ഫോം എ സൊല്യൂഷൻ? സൊല്യൂട്ട്. വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് ദ ഡിസോൾവിങ് ഇൻ എ സൊല്യൂഷൻ? അതിൻ്റെ പേരെന്താണ്? സോൾവെൻറ്റ്. വൺ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഈസ് സോഡ വാട്ടർ. സോഡ വാട്ടർ എന്ന് പറയുന്ന ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണ്? ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. എയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ? എയർ എന്ന് പറയുന്നത് ഗ്യാസും തമ്മിലുള്ള സൊല്യൂഷൻ ആണ്. വാട്ട് കൈൻഡ് ഓഫ് മിക്സ്ചർ ഈസ് വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്? അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ്. വാട്ട് കൈൻഡ് ഓഫ് മിക്സ്ചർ ഈസ് വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ? അതിനെ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നാണ് പറയുക. അത് അവിടെ ആയിട്ട് കാണും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ് യൂസ് ടു മേക്ക് കമ്പോസ്റ്റ്? കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ബയോ വേസ്റ്റ് ആണ്. ഇൻ എ ഹോമോജീനിയസ് മിക്സ്ചർ ഓൾ
കമ്പോണൻസ് വിസിബിൾ ഓർ നോട്ട് വിസിബിൾ. ഇപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിൽ എല്ലാം കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കാണാൻ പറ്റില്ല. പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കിയാൽ പിന്നെ പഞ്ചസാരനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇൻ വിച്ച് മിക്സ്ചർ ടൈപ്പ് ഡു ദ കമ്പോണൻസ് റിമെയിൻ വിസിബിൾ ആൻഡ് പ്രോപ്പർട്ടീസ് വേരി ഇൻ ഡിഫറെൻറ്റ് പാർട്ട്. അതേതാണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻ എ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ? സോളിഡ് ലിക്വിഡ് സൊല്യൂഷനിൽ ഒരു സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് എന്താണ്? ലിക്വിഡ് ആണ്. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ ലൈക്ക് സോഡ വാട്ടർ? ഗ്യാസ്. ഗിവൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ മിക്സ്ചർ ഓഫ് ടു സോളിഡ് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ്. ഏതൊക്കെയാണ്? റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്. ഇനി അടുത്ത, വാട്ട് കൈൻഡ് ഓഫ് സോളിഡ് സൊല്യൂഷൻ ഈസ് ഫോംഡ് ബൈ മിക്സിംഗ് ടു ഓർ മോർ മെറ്റൽസ് സച്ച് എസ് ബ്രാസ് ഓർ ബോൺസ്? അതിന് നമ്മൾ പറയുന്നത് എന്താണ്? അലോയ് എന്നാണ്, അല്ലെങ്കിൽ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ. വെൻ കമ്പയറിംഗ് ഷുഗർ സൊല്യൂഷൻ ആൻഡ് സാൾട്ട് സൊല്യൂഷൻ, വാട്ട് ഈസ് ദ കീ സിമിലാരിറ്റി ഇൻ ദയർ പ്രോപ്പർട്ടീസ്? ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും എടുത്താൽ അതിലെന്താണ് പ്രോപ്പർട്ടി? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് 916 ഗോൾഡ് ഇൻ 1000 ഗ്രാംസ്? 1000 ഗ്രാംസിൽ 916 ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? 916 grams of gold and 84 grams of അതർ മെറ്റൽ. ഇതാണ് 916 ഗോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത നോക്കാം. നമ്മൾ ഒരുപാട് ടേബിളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് പേജ് നമ്പർ 83. അപ്പോൾ നമ്മൾ 3 മിക്സ്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? പഞ്ചസാരയുടെ വെള്ളം, പിന്നെ അടുത്ത സോൾട്ട് വാട്ടർ, ചോക്കുപൊടി ഉള്ള വാട്ടർ. അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ നേരത്തെ എടുത്ത് അതന്നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി ആർ ദീസ് മിക്സ്ചേഴ്സ് അലൈക്ക്? ഇതെല്ലാം ഒരുപോലെയാണോ? അല്ല, അല്ലേ? വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദീസ് മിക്സ്ചേഴ്സ് അലൈക്ക്? ഇത് ഒരുപോലെയാണോ? നോ, ദ മിക്സ്ചേഴ്സ് ആർ നോട്ട് ഓൾ അലൈക്ക്. അവ ഒരുപോലെയല്ല. ആസ് ദേ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ വിത്ത് വാരിഡ് കോമ്പോണൻസ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ്. അതിൻ്റെ കമ്പോണൻസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സം ആർ ട്രൂ സൊല്യൂഷൻസ് വൈൽ ദ ചോക്ക് പൗഡർ മിക്സർ ഈസ് ലൈക്ലി എ സസ്പെൻഷൻ. ഇനി അടുത്ത, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? അതിൻ്റെ തമ്മിലുള്ള സിമിലാരിറ്റീസ്. ബോത്ത് ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ ആർ എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻസ് വേർ സോളിഡ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് സോൾവെൻറ്റ്. അപ്പോൾ ലിക്വിഡ് സോളിഡ് സൊല്യൂഷനിൽ സോളിഡ് എന്താണ്? സൊല്യൂട്ടാണ്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ട് എന്താണ്? ഷുഗറാണ്. ഓക്കെ. അവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഷുഗറാണ്. അതേപോലെ സോൾവെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. ഓക്കെ. ദേ ആർ ബോത്ത് ട്രൂ സൊല്യൂഷൻസ് വേർ the dissolved particles are uniformly distributed and cannot be easily separated by filtration. അപ്പോൾ നമ്മളിപ്പം ആദ്യം ഒരു പഞ്ചസാര, ഷുഗറും എടുത്തു, വെള്ളം എടുത്തു. എന്നിട്ട് നമ്മൾ അത് രണ്ടും മിക്സ് ചെയ്തു. നമ്മൾ എന്തുണ്ടാക്കി? ഷുഗർ വാട്ടർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ലൈം വാട്ടർ, വാട്ടർ ഇറ്റ് മേ ബി. എന്നിട്ട് നമുക്ക് അതിനെ നമ്മൾ അരിച്ചെടുത്താൽ, ഫിൽറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പഞ്ചസാര തിരികെ കിട്ടുമോ? ഇല്ല. അതാണ് ഈ ഒരു സൊല്യൂഷൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് വാട്ടർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? ഇനി നമ്മളൊരു സോൾട്ട് സൊല്യൂഷൻ എടുത്തു. അത് ട്രൂ സൊല്യൂഷൻ ആണ്. അപ്പോൾ അതിൽ സോൾട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ്സ് ആൻഡ് റിമെയിൻസ് യൂണിഫോംലി മിക്സ്ഡ്, വേറസ് വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് വാട്ടർ ഈസ് ലൈക്ക് സസ്പെൻഷൻ വേർ ദ ചോക്ക് പാർട്ടിക്കിൾസ് ഡു നോട്ട് സോൾവ് ആൻഡ് സെറ്റ് ഡൗൺ ഓവർ ടൈം. അപ്പോൾ നമ്മൾ സോൾട്ട് വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിൽറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾട്ടിനെ തിരിച്ച് കിട്ടൂല. അതേസമയം നമ്മൾ ചോക്ക് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുത്താൽ നമുക്ക് ചോക്ക് പൗഡറിന് നമുക്ക് കിട്ടും. ഓക്കെ. സോൾട്ട് സൊല്യൂഷൻ ഈസ് ട്രാൻസ്പെറൻറ്റ് ബട്ട് ദ ചോക്ക് പൗഡർ മിക്സ്ചർ ഈസ് ഒപ്പേക്ക്. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടിട്ട് വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ഷുഗർ ടോപ്പ്, മിഡിൽ, ബോട്ടം, വാട്ടർ വിത്ത് അൺസ്റ്റേർഡ് ഷുഗർ. ഇപ്പം 2 മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് പഞ്ചസാര പൂർണ്ണമായിട്ട് അലിഞ്ഞു ചേർന്ന ഇത്, 2 പഞ്ചസാര ഇട്ട് ഇളക്കാത്ത അൺസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഇളക്കാത്ത ഒരു വെള്ളം. അങ്ങനെ 2 വെള്ളമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഇവിടെ നമുക്ക് എങ്ങനെ ഇത് ഫില്ല് ചെയ്യാം? ഇവിടെ ടോപ്പും ബോട്ടമൊക്കെ എന്തായിരിക്കും? ടോപ്പും മിഡിലും ബോട്ടം എന്തായിരിക്കും? ടോപ്പും മിഡിലും ബോട്ടത്തിലും എന്തെങ്കിലും ഉണ്ടാവുമോ? ടേസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. ഇതിൽ ടോപ്പിലും മിഡിലും ബോട്ടത്തിലും എന്തായിരിക്കും? ഒരേ രുചി തന്നെ ആയിരിക്കും ഏത് ഭാഗത്തു നിന്നാലും.
പക്ഷെ ഇവിടെ അങ്ങനാണോ? ഇവിടെ അങ്ങനല്ല. ഇവിടെ ടോപ്പിലും മിഡിലും ബോട്ടത്തിലൊക്കെ വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈസ് ദ സ്വീറ്റ്നെസ് ദ സെയിം എവരിവർ ഇൻ ദ വെൽ സ്റ്റിയർഡ് ഷുഗർ സൊല്യൂഷൻ? നന്നായി ഇളക്കി ചേർന്ന ഷുഗർ സൊല്യൂഷനിൽ എല്ലായിടത്തും മധുരം ഒരുപോലെയാണോ? Yes, the sweetness is the same throughout the well-stirred sugar solution. This shows that the sugar has completely dissolved and spread evenly in the water. അപ്പോൾ ഈ നല്ലോണം ഇളക്കി ചേർത്ത പഞ്ചസാര വെള്ളത്തിൽ എന്തായിരിക്കും? എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് അബൌട്ട് ദ ടേസ്റ്റ് ഓഫ് സൊല്യൂഷൻ ടേക്കൻ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അൺസ്റ്റിയർഡ് ഷുഗർ സൊല്യൂഷൻ? ഇപ്പോൾ പഞ്ചസാര നല്ലോണം ഇളക്കി ചേർത്തില്ല, അവിടെ എന്തായിരിക്കും ഷുഗറിൻ്റെ സംഭവം എങ്ങനെയായിരിക്കും? ദ സ്വീറ്റ്നെസ് ഈസ് നോട്ട് ദ സെയിം. The top part almost plain, middle part is slightly sweet and the bottom part is very sweet. അപ്പോൾ അവിടെ എങ്ങനെ വരിക? ഫസ്റ്റ് പാർട്ടിൽ എന്തെങ്കിലും കുറച്ച് മധുരം ഉണ്ടാവും, മിഡിൽ പാർട്ടിൽ കുറച്ചും കൂടി സ്വീറ്റ്നെസ് ഉണ്ടാവും, ബോട്ടം പാർട്ടിൽ അത് താഴെ വകളകാതെ നിൽക്കുന്ന ആ ഭാഗത്തായിരിക്കും നല്ല സ്വീറ്റ് ഉണ്ടാകുക. ബിക്കോസ് മോർ ഷുഗർ റിമെയിൻസ് സെറ്റിൽഡ് ഇൻ ദ ബോട്ടം. താഴേൽ കുറേ ഷുഗർ അവിടെ അടഞ്ഞ് ചേർന്നിരിക്കുകയാണ്. അത് ഡിസോൾവ് ചെയ്യാണ്ട് നമ്മൾ ഇളക്കിയിട്ടില്ലല്ലോ, ഇളക്കിയാലല്ലേ ഉള്ളൂ അത് മിക്സ് ആവുക. ഓക്കെ, ഇനി അടുത്ത, ആർ ഇൻ ദ കമ്പോണൻസ് ഇൻ ദ സെയിം ഇൻ ബോത്ത് യെറ്റ് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ടേസ്റ്റ്? അപ്പോൾ ഇതിലുള്ള കമ്പോണൻസ് രണ്ടും സെയിം ആണ്, പക്ഷേ എന്നിട്ടും രുചി വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണ്? യെസ്, ബോത്ത് മിക്സേഴ്സ് കണ്ടെയ്ൻ ദ സെയിം കമ്പോണൻറ്റ്. രണ്ടിലും ഒരേ കോമ്പോണൻസ് ആണുള്ളത്, ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തന്നെയാണ്, ഷുഗറും വാട്ടറും. ദ ഡിഫറൻറ്റ് ഇൻ ടേസ്റ്റ് ഒക്കേഴ്സ് ബിക്കോസ് അൺസ്റ്റിയർഡ് സൊല്യൂഷൻ ദ ഷുഗർ ഡസ് നോട്ട് ഡിസോൾവ് ഈവൻലി, സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഈസ് നോട്ട് യൂണിഫോം. അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇളക്കാത്ത പഞ്ചസാര വെള്ളത്തിൽ എന്തായിരിക്കും? ഷുഗർ ഡസ് നോട്ട് ഡിസോൾവ് ഈവൻലി, ഷുഗർ നല്ലോണം ഇളക്കി ചേർന്നിട്ടില്ല, സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഈസ് നോട്ട് യൂണിഫോം. In the stirred solution, the sugar dissolves completely and spread evenly throughout, making the sweetness uniform everywhere. ഇനി ഇളക്കിയ സൊല്യൂഷൻ എന്തായിരിക്കും? ഷുഗർ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് സ്വീറ്റ്നെസ് എല്ലായിടത്തും ഒരുപോലെയാണ്. ഇനി നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഹോമോജീനിയസ് മിക്സറും അതേപോലെ ഹെട്രോജീനിയസ് മിക്സർ. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പോൾ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഓൾ ഇറ്റ്സ് പാർട്ട്. അപ്പോൾ ഒരു മിക്സ്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ആണെച്ചാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഹോമോജീനിയസ് എന്ന് പറയാം. ഇനി ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? മിക്സ്ചർ ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട്. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്, അതായത് ഡിഫറെൻറ്റ് പാർട്ടിൽ. ഇപ്പോൾ ചോക്ക് വെള്ളം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പല സ്ഥലത്തും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അൺസ്റ്റിയർഡ് സൊല്യൂഷൻ തന്നെ, ഈ പഞ്ചസാരയുടെ സൊല്യൂഷൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ നല്ല രുചിയായിരിക്കും, നല്ല അതിമധുരമായിരിക്കും, എന്നാൽ മേലെ മധുരം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണ്? വാട്ടർ വിത്ത് അൺഡിസോൾവ്ഡ് അൺസ്റ്റിയർഡ് ഷുഗർ. ഓക്കെ, ഇനി എക്സ്പെരിമെൻറ്റ് നമുക്ക് എഴുതാനുണ്ട്. നമ്മുടെ സയൻസ് ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? From the observation table, it is clear that the solution that dissolves sugar tastes the same at the top, middle, and bottom. Sugar is evenly mixed in water. It is a homogeneous mixture. The solution with the dissolved sugar tastes the same at the top, middle, and bottom. Sugar is evenly mixed in water. It is homogeneous mixture. ഇനി അടുത്ത, the solution with the dissolved sugar tastes the same at the top, middle, and bottom. Sugar is evenly mixed in water. It is a homogeneous mixture. Okay. ഇനി അടുത്ത നമുക്ക് എഴുതാം, the water with the undissolved, അതായത് unstirred sugar taste different in different parts. Top is less sweet, bottom is very sweet. Sugar is not evenly mixed. It is a heterogeneous mixture. വാട്ട് അബൌട്ട് ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ ക്യാൻസറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഓൾ ഇറ്റ്സ് പാർട്ട് ഈസ് കോൾഡ് ഹോമോജീനിയസ് മിക്സ്ചർ. ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഈസ് കോൾഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പം മനസ്സിലായല്ലോ, ഒരു മിക്സ്ചറിന് എല്ലാ സ്ഥലത്തും ഒരേ സ്വഭാവം വെച്ചാൽ അതിനെ നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നു. ഹോമോ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്ന്. ഒരു മിക്സ്ചറിൽ വ്യത്യസ്ത ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് എന്താ പ്രോപ്പർട്ടീസ് ആണെച്ചാൽ അതിന് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, എക്സാമിൻ ദ ഫോളോയിങ് ഇഷ്യൂസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് ഡിസോൾവ്ഡ് സോൾട്ട് ആൻഡ് വിത്ത് അൺഡിസോൾവ്ഡ് സാൾട്ട് ദ സെയിം? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? ഇപ്പോൾ നമ്മൾ ഉപ്പ് അലിഞ്ഞ് ചേർന്ന വെള്ളവും
ഉപ്പ്, ഇളക്കി അലിയാത്ത വെള്ളം എന്നിവ ഒരേ തരം മിക്സ്ചറാണോ അത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആ ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? നോ, ദേ ആർ നോട്ട് സെയിം. അവ സെയിം അല്ല. Salt dissolved in water forms a homogeneous mixture where salt spreads evenly cannot be seen separately. അപ്പോൾ നമ്മൾ നല്ലവണ്ണം സോൾട്ട് ഡിസോൾവ് ചെയ്ത ഒരു വാട്ടറിൽ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. നമുക്ക് അതിനെ എവിടെയും സോൾട്ടിനെ കാണാൻ പറ്റില്ല. ഓക്കെ, അൺഡിസോൾവ്ഡ് സോൾട്ട് ഇൻ വാട്ടർ ഫോംസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ where salt remains visible and settles at the bottom. അപ്പോൾ നമുക്ക് അൺസ്റ്റിയർ ചെയ്യാത്ത, അതായത് അലിക്കാത്ത വെള്ളത്തിൽ, ഉപ്പ് അലിയിക്കാത്ത വെള്ളത്തിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൾട്ട് നമുക്ക് കാണാം. അത് എന്താണ്, താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇൻ ദ ഡിസോൾവ്ഡ് മിക്സ്ചർ ദ കോമ്പോസിഷൻ ഈസ് യൂണിഫോം. ഇൻ ദ അൺഡിസോൾവ്ഡ് മിക്സ്ചർ ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈസ് ദ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്? വൈ? ചോക്കുപൊടിയും വെള്ളവും ചേർന്ന് ആ മിക്സ്ചർ ഹോമോജീനിയസ് ആണ്, ഹെട്രോജീനിയസ് ആണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ ബിക്കോസ് ദ ചോക്ക് പാർട്ടിക്കിൾസ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അതൊരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം എന്താണ്? ചോക്ക് നല്ലവണ്ണം വാട്ടറിൽ ഡിസോൾവ് ആയിട്ടില്ല. ദേ റിമെയിൻ സസ്പെൻഡഡ് ഫോർ എ വൈൽ ആൻഡ് ദെൻ സെറ്റിൽ അറ്റ് ദ ബോട്ടം. അത് ഇങ്ങനെ എന്താണ്, താഴെ വന്നിട്ട് അങ്ങനെ അടിഞ്ഞു കൂടും. ഹെൻസ് ദ കോമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. എല്ലാ സ്ഥലത്തും ഒരേപോലെയുള്ള പ്രോപ്പർട്ടീസ് അല്ല ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഹെട്രോജീനിയസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ കമ്പോസ്റ്റ്, വളം, കോൺക്രീറ്റ്, അങ്ങനെ നമ്മൾ മിക്സ്ചർ തുടങ്ങിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് ഹെട്രോജീനിയസ് ആണോ ഹോമോജീനിയസ് ആണോ എഴുതിയിട്ട് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ എഴുതുക. കമ്പോസ്റ്റ് ഹെട്രോജീനിയസ് ആണ്. കാരണം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ലൈക്ക് ലീവ്സ്, ഫുഡ് വേസ്റ്റ് ആൻഡ് സോയിൽ ആർ നോട്ട് ഈവൻലി മിക്സ്ഡ്. അപ്പം കോമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെട്രോജീനിയസ് ആണ്. കോൺക്രീറ്റ് മിക്സ് അതും ഹെട്രോജീനിയസ് ആണ്. കണ്ടെയ്ൻസ് വിസിബിൾ കോമ്പോണൻസ് ലൈക്ക് സാൻഡ്, ഗ്രേവൽ ആൻഡ് സിമെന്റ്. എഡിമൽ മിക്സ്ചേഴ്സ് സാലഡ്, ഉപ്പുമാ, ബിരിയാണി ഹെട്രോജീനിയസ് ആണ്. ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി സീൻ സെപ്പറേറ്റ്ലി ആൻഡ് ദേ ആർ അൺഈവൻലി മിക്സ്ഡ്. ഇനി അടുത്ത നമുക്ക് സോൾട്ട് സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഹോമോജീനിയസിൽ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് എന്താണ്, പേജ് നമ്പർ 84 ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എഴുതാം. എന്താ എഴുതേണ്ടത്? ഓക്കെ, ഇതൊക്കെ എന്താണ്? ഹോമോജീനിയസ് ആണ്. ഓക്കെ, ഹോമോജീനിയസ്. ഇത് ഹെട്രോജീനിയസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഹോമോജീനിയസിൽ നമുക്ക് സോൾട്ട് വാട്ടർ, സുഗർ സൊല്യൂഷൻ, വിനെഗർ, എയർ, ലെമൺ ജ്യൂസ്, കോഫി എഴുതാം. ഹെട്രോജീനിയസിൽ ചോക്ക് ആൻഡ് വാട്ടർ, സാൻഡ് ആൻഡ് വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ, ഫ്രൂട്ട് സാലഡ്, കോൺക്രീറ്റ് മിക്സ്, കമ്പോസ്റ്റ്. ഓക്കെ, ഇനി മിക്സ്ചേഴ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമുക്ക് നമ്മൾ രാവിലെ എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന മിക്സ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് എഴുതാനാണ്. അപ്പോൾ നമ്മൾ വെൻ വി ലുക്ക് അവർ നോൺ മീൽ മെനു, നമ്മുടെ നോൺ മീൽ ഉച്ചഭക്ഷണം നോക്കുകയെന്ന് വെച്ചാൽ എന്തായിരിക്കും? വി സി എ വെറൈറ്റി ഓഫ് മിക്സ്ചേഴ്സ്. വെൻ വി ലുക്ക് അറ്റ് അവർ നോൺ മീൽ മെനു വി see a variety of mixtures, rice, curry, vegetables, curd, dal and more. അപ്പം നമ്മൾ ഉച്ചഭക്ഷണം നോക്കിയാൽ പല വിധത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഓക്കെ, ഫുഡ് ഐറ്റംസ് ലൈക്ക് ലെമൺ ജ്യൂസ്, രസം ആൻഡ് ടീ ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പോൾ ലെമൺ ജ്യൂസ്, അതേപോലെ രസം, പിന്നെ ചായ, ഇതൊക്കെ ഹോമോജീനിയസ് ആണ്. നമ്മൾ കഴിക്കുന്നതിലാണ് പറയുന്നത്. ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾ കറി, സാലഡ് ആൻഡ് ബിരിയാണി ആർ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അതിന് എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റ് അല്ല അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഒരു കുട്ടി പറയാണ്, ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻ. നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻ. എല്ലാ സൊല്യൂഷൻസും മിക്സ്ചേഴ്സ് ആണ്, പക്ഷേ എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷൻസ് അല്ല. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ചൈൽഡ് സ്റ്റേറ്റ്മെന്റ്? റെക്കോർഡ് യുവർ റെസ്പോൺസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഇൻ യുവർ സയൻസ്. ഈ കുട്ടി പറയാണ്, ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബട്ട് നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻസ്. അപ്പം കുട്ടി എന്താണ് പറയുന്നത്? എല്ലാ സൊല്യൂഷൻസും മിക്സ്ചേഴ്സ് ആണ്, എന്നാൽ എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷൻസ് അല്ല. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ദ ചൈൽഡ് സ്റ്റേറ്റ്മെന്റ്? റെക്കോർഡ് യുവർ റെസ്പോൺസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഇൻ യുവർ സയൻസ് ഡയറി. എക്സാമിൻ മോർ സൊല്യൂഷൻ ആൻഡ് കൺഫേം വെദർ യുവർ ഫൈൻഡിങ്സ് ആർ കറക്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. I agree with this statement. Every solution is made by mixing two or more substances, for example, salt and water. So it is a type of a mixture.
അപ്പം എല്ലാ സൊല്യൂഷനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ എടുക്കുകയെന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ. അതിലെന്തുണ്ട്? സോൾട്ടും വാട്ടറും ഉണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് മിക്സ്ചറാണ്. ഹവർ നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻ. പക്ഷേ എല്ലാ സൊല്യൂഷൻസും എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷൻസ് ആണോ? അല്ല. കാരണം എന്താണ്? ഇൻ എ സൊല്യൂഷൻ ദ സൊല്യൂട്ട് ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി ആൻഡ് ഫോംസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പം നമ്മളിപ്പോൾ സാൾട്ട് വാട്ടർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഷുഗർ വാട്ടർ എടുക്കുകയാണ്, ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ എടുക്കുകയെന്ന് വെച്ചാൽ അതിൽ ആ ഷുഗർ, ഇപ്പം പഞ്ചസാര വെള്ളം, നമ്മൾ പഞ്ചസാരയും വെള്ളവും ചേർത്ത് കലക്കിയാൽ പിന്നെ നമ്മൾ പഞ്ചസാരനെ അവിടെ കാണുന്നില്ല. നമ്മൾ പഞ്ചസാര വെള്ളത്തിൻ്റെ എവിടെ താഴെ ആയാലും മേലെ ആയാലും അടിഭാഗത്ത് നിന്ന് എടുത്ത് നോക്കിയാൽ, ഒരു സ്പൂൺ എടുത്ത് നമ്മൾ രുചിച്ച് നോക്കിയാൽ നമുക്ക് പഞ്ചസാരയുടെ ആ ഒരു രുചി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇൻ അതർ മിക്സ്ചേഴ്സ് ലൈക്ക് സാൻഡ് ആൻഡ് വാട്ടർ ദ കമ്പോണൻറ്റ് ഡു നോട്ട് ഡിസോൾവ് ആൻഡ് റിമെയിൻ ഹെട്രോജീനിയസ്. എന്നാൽ നമ്മളിപ്പം ഒരു സാൻഡും വെള്ളവും, പൂഴിയും മണലും വെള്ളവും നമ്മൾ മിക്സ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ കലക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പൂഴി അടിഭാഗത്ത് വന്ന് നിൽക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് ഡിസോൾവ് ആകില്ല. അതെന്താണ്? ഹെട്രോജീനിയസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബട്ട് നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. യു ഹാവ് ലേൺഡ് ദാറ്റ് എയർ വി ബ്രീത്ത് ഈസ് മിക്സ്ചർ. അപ്പം നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ? വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻ ഇറ്റ്? അനലൈസ് ദ ടേബിൾ. അപ്പോൾ ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മുടെ വായുവിൽ, എയറിലുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. എത്രയാണ്? 78%. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയുണ്ട്? 0.04% ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ്? നൈട്രജൻ ആണ്. ഓക്സിജൻ 21%. അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേറെ ആർഗൺ, അങ്ങനത്തെ ഒരുപാട് അതർ ഗ്യാസസ് ഉണ്ട്. അതെല്ലാം കൂടി 0.96% വരുന്നുള്ളൂ. What are the components in air? Compare their quantities. You are understood that air is a mixer. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എയർ എന്ന് പറയുന്നത് ഒരു മിക്സറാണ്. അതായത് ഒരുപാട് കമ്പോണൻസ് അടങ്ങിയതാണ് നമ്മുടെ വായു അഥവാ എയർ എന്ന് പറയുന്നത്. ഓക്കെ, ഷുഡിൻ ദീസ് കമ്പോണൻസ് ഇൻ ദ എയർ ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി? ഇപ്പോൾ ഈ നമ്മുടെ വായുവിലെ എല്ലാ കമ്പോണൻസും പിന്നെ ഒരേ അളവിൽ വേണ്ടേ? ഇപ്പം നമ്മുടെ ഓക്സിജൻ 21% ഉണ്ടെങ്കിൽ അത് 21% ആയിട്ട് നിലനിന്ന് പോകണ്ടേ? അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പിന്നെ വിച്ച് കമ്പോണൻസ് ഓഫ് എയർ ആർ ബീയിങ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്? റെസ്പിറേഷൻ അതായത് ശ്വസനത്തിന്, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് അറിയാമല്ലോ, ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അതിനൊക്കെ ഏത് കമ്പോണൻ്റ് ആണ് ഉപയോഗിക്കുന്നത്? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഡിക്രീസസ് ഇൻ ഇയർ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഓക്സിജൻ ലെവൽ കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്ത് നോക്കാം. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എയർ? എയറിൻ്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? മെയിൻ കമ്പോണൻസ് ഓഫ് എയർ ആർ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ് സച്ച് ആസ് ആർഗൺ ആൻഡ് വാട്ടർ വേപ്പർ. അപ്പോൾ ഒരുപാട് വേറെ ഗ്യാസസും ഉണ്ട്, പിന്നെ വാട്ടർ വേപ്പർ ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പോണൻസ് അടങ്ങിയതാണ് എന്ത്? നമ്മുടെ എയർ. ഇനി അടുത്ത, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ എയർ? നൈട്രജൻ എത്ര പെർസെൻറ്റേജ് ആണ്? നൈട്രജൻ മേക്സ് അപ്പ് അബൌട്ട് 78%. എത്ര ശതമാനമാണ്? 78%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ? ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് ആണ്? 21%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രസൻറ്റ് ഇൻ എ വെരി സ്മോൾ അബൌട്ട് 0.04%. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആകെ 0.04% ഉള്ളൂ. വാട്ട് ആർ ദ അതർ ഗ്യാസസ് പ്രസൻറ്റ് ഇൻ എയർ ബിസൈഡ്സ് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്? അപ്പോൾ നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലാതെ എയറിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ആർഗൺ, ഹീലിയം, നിയോൺ, വാട്ടർ വേപ്പർ ആൻഡ് ഓസോൺ, വിച്ച് ടുഗദർ മേക്ക് അബൌട്ട് 0.96%. അപ്പോൾ വേറെയുള്ള ആർഗൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ എയറിലുള്ള സംഭവങ്ങളാണ്.
വൈ ഡു വി സേ ദാറ്റ് എയർ ഈസ് എ മിക്സർ? എന്തുകൊണ്ടാണ് നമ്മൾ എയർ എന്ന് പറയുന്ന ഒരു മിക്സറാന്ന് പറയുന്നത്? എയർ ഈസ് എ മിക്സർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ഗ്യാസസ് ഇൻ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ്. അപ്പം സെവറൽ ഗ്യാസസ് ഡിഫറെൻറ്റ് അളവിലായിട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളതൊരു മിക്സ്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ഗ്യാസ് കീപ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ്. ഓരോ ഗ്യാസിനും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഷുഡ് ദ കമ്പോണൻസ് ഓഫ് എയർ ബി മെയിൻറ്റൈൻഡ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി? വൈ? ഇതൊക്കെ സെയിം ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ടാണ്? യെസ്, ദ ബാലൻസ് ഓഫ് ഗ്യാസസ് ഇൻ എയർ ഷുഡ് ബി മെയിൻറ്റൈൻഡ് ബിക്കോസ് ലിവിങ് തിങ്സ് നീഡ് പ്രോപ്പർ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ബ്രീത്തിങ് ആൻഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതൊക്കെ ഒരേ അളവിൽ തന്നെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കൾക്ക് എന്താവശ്യമുണ്ട്? ഓക്സിജൻ. ഓക്സിജൻ എന്തിനാണ് ആവശ്യം? ശ്വസിക്കുന്നതിന് ഓക്സിജൻ വേണം. അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ഈസ് യൂസ്ഡ് ഇൻ റെസ്പിറേഷൻ? എന്താണ് നമ്മൾ ശ്വസനത്തിന് വേണ്ടി, റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക, ശ്വസനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഈസ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ഡ്യൂറിങ് റെസ്പിറേഷൻ. നെക്സ്റ്റ്, വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് എന്താണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. Next, what will happen if the level of carbon dioxide increases and oxygen decreases in the air? ഇനി കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ആൻഡ് ഓക്സിജൻ ഡിക്രീസസ് ഇറ്റ് ക്യാൻ കോസ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഹാർംഫുൾ എഫക്ട്സ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എന്തൊക്കെ ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഡിക്രീസ് ചെയ്യുകയാണ് എങ്കിൽ എന്താണ്? നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, ഹാർംഫുൾ എഫക്ട്സ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എയർ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ എയർ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ എയർ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ? നെയിം two other gases present in air besides nitrogen, oxygen and carbon dioxide. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈ ആ പേജിലെ അവസാനത്തെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ബേണിംഗ് പ്ലാസ്റ്റിക് ആൻഡ് അതർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് റിലീസ് ഹാർംഫുൾ ഗ്യാസസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് പ്ലാസ്റ്റിക് കത്തിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസൊക്കെ, ഒരുപാട് ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന പുക, ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹാർംഫുൾ ആയിട്ടുള്ള, ദോഷകരമായിട്ടുള്ള ഗ്യാസസ് എത്തിക്കുന്നുണ്ട്. ദീസ് ഗ്യാസസ് ഡിസ്റ്റർബ് ദ നാച്ചുറൽ ബാലൻസ് ഓഫ് ഓക്സിജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് ക്യാൻ കോസ് എയർ പൊല്യൂഷൻ, ബ്രീത്തിങ് പ്രോബ്ലംസ് ആൻഡ് ഹാം ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. Keeping the air clean helps all living things stay healthy and supports life on earth. അപ്പോൾ നമ്മൾ നമ്മുടെ വായുവൊക്കെ ശുദ്ധമായിട്ട് നമ്മൾ സംരക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നാലേ ഇവിടെ ലിവിങ് തിങ്സിന്, ഭൂമിയിലുള്ള ലിവിങ് തിങ്സിന് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയുന്നവരൊക്കെ ചെയ്യുക. ഇനി അടുത്തത് നോക്കാം. ഹൈഡ് ആൻഡ് സീക്ക് ഓഫ് എ സൊല്യൂട്ട്. ഷുഗർ സൊല്യൂഷൻ ഹാസ് ബോത്ത് വാട്ടർ ആൻഡ് ഷുഗർ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? ഷുഗറും ഉണ്ട്, അതേപോലെ തന്നെ വാട്ടറും ഉണ്ട്. ബട്ട് വി കനോട്ട് സീ ദ ഷുഗർ വൺസ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. പക്ഷേ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഞ്ചസാരയെ കാണാനേ കഴിയുന്നില്ല. വൈ ഈസ് ഇറ്റ് സോ? എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? വേർ ഡിഡ് ദ ഷുഗർ ഡിസപ്പിയർ? എങ്ങോട്ടാണ് ഈ ഷുഗർ പോകുന്നത്? വാട്ട് ഹാപ്പൻ ടു ഷുഗർ? എന്താണ് ഷുഗറിന് സംഭവിക്കുന്നത്? ലെറ്റ് us ഫൈൻഡ് ഔട്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പരീക്ഷണമുണ്ട്. മറ്റീരിയൽ റിക്വയർഡ് ലാർജ് പ്ലാസ്റ്റിക് ജാർ. 1 ലിറ്ററിന് ഒരു വലിയ ജാറ് വേണം, ഗ്രേവൽ വേണം, അതേപോലെ ഗ്രീൻ ഗ്രാം, പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഗ്രീൻ ഗ്രാം മെറ്റലാണ്. ഗ്രേവൽ എന്ന് പറഞ്ഞാൽ മെറ്റൽ, പിന്നെ ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ, പിന്നെ വേണ്ടത് റവ അറിയാലോ, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ. ഇനി നമ്മുടെ പ്രവർത്തനം നമുക്ക് നോക്കാം. ആക്ടിവിറ്റി: പുട്ട് ദ ഗ്രേവൽ ഇൻ എ പ്ലാസ്റ്റിക് ജാർ ആൻഡ് ഷെയ്ക്ക് ഇറ്റ് വെൽ. അപ്പോൾ ആ പ്ലാസ്റ്റിക് ജാറിൽ നമ്മൾ മെറ്റൽ ഇട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം, കുലുക്കണം. യൂസിങ് എ മാർക്കർ പെൻ മാർക്ക് ദ ലെവൽ ഓഫ് ഗ്രേവൽ ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ജാർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ജാറിൻ്റെ പുറത്ത് ഒരു മാർക്കർ പേന കൊണ്ട് ഈ മെറ്റലിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യണം.
ആഡ് സം ഗ്രീൻ ഗ്രാം ടു ദിസ് ആൻഡ് സ്റ്റിർ ദ ജാർ. പിന്നെ നമ്മൾ എന്താ ഇടേണ്ടത്? മെറ്റലിൻ്റെ പിന്നെ നമ്മൾ ചെറുപയർ ഇട്ടിട്ട് എന്ത് ചെയ്യുക? പിന്നെയും ആ ഒരു ജാറ് നമ്മൾ ഇളക്കുക. ഡസ് ദ ലെവൽ ഓഫ് ഗ്രേവൽ റൈസ് നൗ? ഇപ്പം മെറ്റലിൻ്റെ ഉയരം കൂടുന്നുണ്ടോ? റൈറ്റ് ദ മെഷർമെൻറ്റ് ഇൻ ദ ടേബിൾ, ദെൻ പുട്ട് സം റവ ഇൻ ദ പ്ലാസ്റ്റിക് ജാർ ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ. അങ്ങനെ നമ്മൾ അത് എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇനി റവയാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്യാം. ഡസ് ദ ഹൈറ്റ് ഓഫ് ദ ഗ്രാഫൽ ചേഞ്ച് ആഫ്റ്റർ ദിസ്? റവ ഇട്ടതിന് ശേഷം ഈ ഗ്രേവലിൻ്റെ ലെവല് മാറുന്നുണ്ടോ? റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ ബിലോ. അത് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ എന്താണ് ഒബ്സർവേഷൻ നിങ്ങൾ ഈ താഴെയുള്ള ഒരു ടേബിളിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. അതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആ ടേബിളിൽ ചെയ്യേണ്ടത് എന്താ നോക്കാം. അപ്പം ആഫ്റ്റർ ഷേക്കിംഗ് ആൻഡ് പ്രസ്സിങ് ദ ഗ്രേവൽ ഇൻ ദ ജാർ, നമ്മൾ ജാറിലിട്ടിട്ട് മെറ്റൽ നന്നായി ഇട്ട് കുലുക്കി അമർത്തി. അപ്പോൾ എന്താണ് മെറ്റലിൻ്റെ ഹൈറ്റ്? നോർമൽ ഹൈറ്റ് ഓഫ് ദ ഗ്രേവൽ. അതിൻ്റെ നോർമൽ ഹൈറ്റാണ് അന്നേരം ഉള്ളത്. ആഫ്റ്റർ ആഡിങ് ദ ഗ്രീൻ ഗ്രാം ഇൻ ദ ജാർ ആൻഡ് ഷേക്കിംഗ് ഇറ്റ്, നമ്മൾ പിന്നെ അതിലേക്ക് ചെറുപയർ ഇട്ടു, ഷേക്ക് ഇറ്റ്. അപ്പം എന്താണ്? ഹൈറ്റ് റൈസ് സ്ലൈറ്റ്ലി, ചെറുതായിട്ടൊന്ന് ഹൈറ്റ് കൂടുന്നുണ്ട്. ആഡിങ് റവ ഇൻ ദ ജാർ ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ. അപ്പോൾ എന്താ ചെയ്യുന്നത്? റവ ഇട്ടിട്ട് നമ്മൾ ഷേക്ക് ചെയ്തുമ്പോൾ എന്താ ചെയ്യുന്നത്? ഹൈറ്റ് ഓഫ് ദ ഗ്രേവൽ ഇൻ ദ ജാറിന് എന്ത് സംഭവിക്കും? ഹൈറ്റ് ചേഞ്ചസ് വെരി ലിറ്റിൽ, ഓൾമോസ്റ്റ് സെയിം. ഒരു ചെറുങ്ങനെ ഒരു ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡസ് ദ ലെവൽ ഓഫ് ദ ഗ്രേവൽ ഇൻസൈഡ് ദ ജാർ ആഫ്റ്റർ പുട്ടിംഗ് റവ ആൻഡ് ഷേക്കിംഗ് ദം ഡൗൺ? വൈ? വേർ ഗ്രീൻ ഗ്രാംസ് സെറ്റിൽഡ്? വാട്ട് ദ റവ ഗ്രീൻ? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഡസ് ദ ലെവൽ ഓഫ് ദ ഗ്രേവി ചേഞ്ച് ആഫ്റ്റർ ആഡിങ് ഗ്രീൻ ഗ്രാം ആൻഡ് റവ ആൻഡ് ഷേക്കിംഗ് ദം ഡൗൺ? എന്താണ് ലെവല് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? യെസ്, ദ ലെവൽ ഇൻക്രീസസ് സ്ലൈറ്റ്ലി ബിക്കോസ് ദ ഗ്രീൻ ഗ്രാം ആൻഡ് റവ വിൽ ഫിൽ ദ എംറ്റി സ്പേസസ് ബിറ്റ്വീൻ ദ ഗ്രേവൽ പീസസ്. ഇപ്പം ഗ്രേവൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മെറ്റൽ പീസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ എന്തുണ്ട്? ഈ ഒരു ഗ്രീൻ ഗ്രാമും ചെറുപയറും റവയും ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറുങ്ങനെ അതൊന്ന് ഇൻക്രീസ് ചെയ്യും. വേർ ഹാവ് ദ ഗ്രീൻ ഗ്രാം സെറ്റിൽഡ്? ഗ്രീൻ ഗ്രാം എവിടെയാണ് സെറ്റിലായത്? ദ ഗ്രീൻ ഗ്രാം സെറ്റിൽഡ് ഇൻ ദ സ്പേസസ് ബിറ്റ്വീൻ ഗ്രേവൽ പീസസ്. ഈ മെറ്റലിൻ്റെ പീസസ് തമ്മിൽ കുറച്ച് സ്പേസ് ഉണ്ടാവല്ലോ, അവിടെയാണ് ഈ ഗ്രീൻ ഗ്രാം സെറ്റിലായത്. വേർ ഹാവ് ദ റവ ഗ്രെയിൻസ് സെറ്റിൽഡ്? റവ ഗ്രെയിൻസ് എവിടെയാണ് സെറ്റിലായത്? ദ റവ ഗ്രെയിൻസ് സെറ്റിൽഡ് ഇൻ ദ സ്മോളർ ഗ്യാപ്സ് ബിറ്റ്വീൻ ഗ്രാവൽ ആൻഡ് ഗ്രീൻ ഗ്രാംസ്. അപ്പോൾ ഈ ഗ്രാവലിൻ്റെയും ഗ്രീൻ ഗ്രാമിൻ്റെ ഇടയിൽ സ്മോളർ ഗ്യാപ്സ് ഉണ്ടാവുമല്ലോ, ചെറിയ ഗ്യാപ്പ്, അവിടെ ഇവിടെ റവ പോയിട്ട് സെറ്റിലാവും. വാസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ ടോട്ടൽ സ്പേസ് റിക്വയർഡ് ഫോർ ഓൾ ത്രീ? ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുമോ? നോ. ലാർജ് ഡിഫറൻസ് നോ ലാർജ് ഡിഫറൻസ്, ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ദ സ്മോളർ പാർട്ടിക്കിൾസ് ഫിൽഡ് ദ സ്പേസസ് ബിറ്റ്വീൻ ബിഗർ വൺസ് വിത്തൗട്ട് ടേക്കിംഗ് എക്സ്ട്രാ സ്പേസ്. അപ്പോൾ അതിൻ്റെ ലെവലിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം എക്സ്ട്രാ സ്പേസ് ഒന്നും എടുക്കുന്നില്ല. ആ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ക്യാൻ ഗ്രീൻ ഗ്രാം സ്റ്റേ അലോങ് വിത്ത് ഗ്രാവൽ ആൻഡ് റവ ഗ്രെയിൻസ് സെറ്റിൽ ബിറ്റ്വീൻ ദ ടു? എങ്ങനെയാണ് ഈ ചെറുപയറിന് ഇത്രയും സമയം ഈ ഗ്രേവലിൻ്റെയും റവൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റുന്നത്? ബിക്കോസ് ദർ ആർ സ്പേസസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ് ക്യാൻ ഫിറ്റ് ഇൻ ടു ദോസ് സ്പേസസ്. വാട്ട് ഡസ് ദിസ് എക്സ്പെരിമെൻറ്റ് ഷോ? ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇറ്റ് ഷോസ് ദാറ്റ് സബ്സ്റ്റൻസ് ഹാവ് സ്പേസസ് ബിറ്റ്വീൻ ദെയർ പാർട്ടിക്കിൾസ് ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ് ക്യാൻ ഓക്യുപ്പൈ ദോസ് സ്പേസസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന സബ്സ്റ്റൻസിന് എന്താണ്? സ്പേസസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ സബ്സ്റ്റൻസസ് തമ്മിലുള്ള സ്പേസിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടാവും അല്ലേ? അപ്പം ഗ്രേവൽ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ഒരുപാട് സ്പേസ് ഇവിടെയൊക്കെ ബാക്കി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ സ്മോളർ പാർട്ടിക്കിൾസ്, അതായത് റവ പോലെയുള്ള സ്മോളർ പാർട്ടിക്കിൾസ് അതിൻ്റെ ഉള്ളിലെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. ഡസ് ദ സെയിം തിങ് ഹാപ്പൻ വെൻ ദ സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ വാട്ടർ? ഇപ്പം നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ ഡിസോൾവ് ചെയ്യാണ്, ഇപ്പോൾ ഷുഗർ ഡിസോൾവ് ചെയ്യാണ്, ഷുഗർ അലിഞ്ഞ് ചേരുകയാണ് വെള്ളത്തിൽ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമോ? യെസ്, വെൻ സബ്സ്റ്റൻസ് ലൈക്ക് ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടർ ദെയർ പാർട്ടിക്കിൾസ് ഫിൽ ദ സ്പേസസ് ബിറ്റ്വീൻ വാട്ടർ പാർട്ടിക്കിൾസ്. അപ്പോൾ ഷുഗർ നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വാട്ടർ പാർട്ടിക്കിളിൻ്റെ ഇടയിലുള്ള സ്പേസ് അത് ഓക്യുപ്പൈ ചെയ്യാണ്. വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ ക്യാൻ വി സ്റ്റിൽ സീ ഷുഗർ പാർട്ടിക്കിൾ? അപ്പം ഈ ഷുഗർ അതിൽ കലങ്ങി, നമുക്ക് ആ ഷുഗർ കാണാൻ പറ്റുമോ? പിന്നെ നോ. ദ ഷുഗർ പാർട്ടിക്കിൾസ് സ്പ്രെഡ് ഈവൻലി എമംഗ് വാട്ടർ പാർട്ടിക്കിൾസ് ആൻഡ് ബിക്കം ഇൻവിസിബിൾ. അത് ഇൻവിസിബിൾ ആവുന്നുണ്ട്.
Okay. How can we understand the presence of sugar in the solution? അപ്പോൾ ഈ ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ ഉണ്ട്. നമ്മൾ ഷുഗർ കലക്കി കഴിഞ്ഞാൽ പിന്നെ ഷുഗറിനെ കാണൂടെ, ഇൻവിസിബിൾ ആന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കുക? ബൈ ടേസ്റ്റിംഗ് ദ സൊല്യൂഷൻ. ഇറ്റ് ടേസ്റ്റ് സ്വീറ്റ് ഷോയിങ് ഷുഗർ ഈസ് സ്റ്റിൽ പ്രസൻറ്റ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിൽ ഷുഗർ ഉണ്ട് നോക്കുക? എങ്ങനെയാണ്? രുചിച്ച് നോക്കിയിട്ടാണ്. നമ്മൾ ഏത് ഭാഗത്തു നിന്ന് എടുത്ത് നോക്കിയാലും ആ ഷുഗറിൻ്റെ, പഞ്ചസാരയുടെ രുചി നമുക്ക് അറിയാൻ പറ്റും. Next, building blocks of matter. We cannot directly see the sugar particles in the sugar solution, but the sweetness of sugar is present in everywhere in the solution. What is the secret? Let us see how sugar is hiding in water as very small granules. What are the properties of sugar? അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ നോക്കാം. കളർ എന്താണ്? വൈറ്റ് ആണ്. ടേസ്റ്റ് എന്താണ്? സ്വീറ്റ് ആണ്. സ്റ്റേറ്റ് സോളിഡ് ആണ്. ഓക്കെ. Crush the ditty sugar, take a small granule of it and examine. Does this granule possess all above features? അപ്പോൾ നമ്മൾ ഈ ഷുഗറിനെ ഒന്ന് ക്രഷ് ചെയ്യാണ്, എന്നിട്ട് ചെറിയ പൊടികളാക്കാണ്. ആ പൊടി നമ്മൾ രുചിച്ച് നോക്കിയാൽ സെയിം പഞ്ചസാരയുടെ അതേ ടേസ്റ്റ് ഉണ്ടോയെന്ന്. യെസ്. ഈവൻ എ സ്മോൾ ഗ്രാനുൾ ഓഫ് ഷുഗർ ഈസ് വൈറ്റ്, സോളിഡ് ആൻഡ് സ്വീറ്റ്, സെയിം ആസ് ദ ബിഗ് വൺ. ഓക്കെ. What do you infer from observing a sugar granule under a microscope? അപ്പോൾ നമ്മളൊരു മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഈ ഗ്രാന്യൂൾ നോക്കാൻ ചെന്നാൽ നമ്മൾ കാണാൻ കഴിയാത്ത ഗ്രാന്യൂൾ സ്റ്റിൽ ലുക്സ് ലൈക്ക് ഷുഗർ, ഒൺലി സ്മോൾ. നമുക്ക് ഷുഗറിനെ പോലെ തന്നെ കാണാൻ കഴിയും, പക്ഷെ ചെറുതാന്നേ ഉള്ളൂ. ഇറ്റ് ഷോസ് ദാറ്റ് ഈവൻ ടൈനി പാർട്ടിക്കിൾസ് കീപ് ദ സെയിം പ്രോപ്പർട്ടീസ്. അപ്പം നമുക്ക് ഇത് ഇന്ന് മനസ്സിലാക്കാം, ഈ ഷുഗറിൻ്റെ ഒരു ചെറിയൊരു തരി പോലും നമ്മൾ വായിൽ വെച്ചാൽ വലിയ ഷുഗറിൻ്റെ തരിക്കുള്ള അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. ആ പഞ്ചസാരയുടെ സ്വീറ്റ്നെസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു എങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാ സ്ഥലത്തും റീറ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. മെറ്റീരിയൽ sugar, small hammer, microscope, slide, cover strip, brush activity. Take some sugar in a paper, keep it on the surface and crush it with a hammer. Take the smallest granule from it and taste. How does it taste? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Pick one of the small granules of sugar with a brush and place on a slide and observe under a microscope. Does a small granule appear big? Didn't you realize that it could be made even smaller again? Imagine the smallest sugar granule that cannot be seen with an ordinary microscope, yet having the properties of sugar. What would be the peculiarities of such a particle? The particle shows all the properties of sugar. അപ്പോൾ ഷുഗറിനെ നമ്മൾ എത്ര ചെറിയ കഷ്ണമാക്കിയാലും അതിന് എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Take some sugar in a paper and crush it with a hammer. Taste the smallest granule. Pick one granule with a brush and observe it under a microscope. Notice the small granule looks bigger. Notice that the small granule looks bigger under the microscope. Imagine making it even smaller, so small that it can't seen even though a microscope. It still has the properties of sugar. ഓക്കെ. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ ഷുഗർ ഈസ് ക്രഷ്ഡ് വിത്ത് എ ഹാമർ? ദ ഷുഗർ ബ്രേക്സ് ഇൻ ടു സ്മോൾ ഗ്രാനുൾസ്, ചെറിയ ചെറിയ തരികളായി മാറുന്നു. ഹൗ ഡസ് ദ സ്മോളസ്റ്റ് ഗ്രാനുൾ ഓഫ് ഷുഗർ ടേസ്റ്റ്? അതിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും? ഇറ്റ് ടേസ്റ്റ് സ്വീറ്റ്, ജസ്റ്റ് ലൈക്ക് ലാർജ് ഷുഗർ ക്രിസ്റ്റൽസ്. What do you observe when a small granule of sugar is seen under a microscope? ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കിയാൽ നമ്മൾ എന്താ കാണുക? ഇറ്റ് അപ്പിയേഴ്സ് എ ബിഗർ ആൻഡ് വി ക്യാൻ ക്ലിയർലി സീ ഇറ്റ്സ് ക്രിസ്റ്റൽ ഷേപ്പ്. Can sugar be made and even smaller than what we see under a microscope? നമുക്ക് ഷുഗറിനെ ചെറുതാക്കാൻ പറ്റുമോ? യെസ്. Sugar can be broken into particles so small that they can't see even with a microscope. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടോ മൈക്രോസ്കോപ്പ് കൊണ്ടോ കാണാൻ കഴിയാത്ത വിധം നമുക്കതിനെ ചെറുതാക്കാം. What do we call the smallest particle of a substance that cannot be seen even with a microscope? ഇങ്ങനെയുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ കഴിയാത്ത അത്രയും കുഞ്ഞ് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് മോളിക്യൂൾ. എന്താണ് പറയുക? മോളിക്യൂൾ. Does the molecule of sugar have all the properties of a sugar? ഈ ഷുഗറിൻ്റെ മോളിക്യൂളിന് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാകുമോ? യെസ്. എ മോളിക്യൂൾ ഓഫ് ഷുഗർ ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ. ഓക്കെ. അപ്പോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്.
അപ്പോൾ ഒരു സബ്സ്റ്റൻസിന് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസും എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഭൂമി കാണുന്ന എല്ലാ സബ്സ്റ്റൻസും മോളിക്യൂൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വാട്ട് ആർ ഓൾ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ്? All substances are made up of tiny particles called molecules. What is the peculiarity of a molecule? ഒരു മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താണ്? A molecule is a very small possess all the properties of a substance it forms. Okay, come. Haven't you understood the secret of sugar retaining its sweetness equally everywhere in the solution, though it is invisible in sugar solution? അപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷനിൽ, അതായത് വെള്ളത്തിന് നമ്മൾ ഷുഗർ ഇട്ട് കലക്കി അതൊരു സൊല്യൂഷനായി. ആ സൊല്യൂഷനിൽ ഒരിക്കലും നമ്മൾ ഷുഗറിനെ കലക്കി കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്തിനെ കാണുന്നില്ല, പഞ്ചസാരയെ കാണുന്നില്ല. പക്ഷേ നമ്മൾ ഒരു സ്പൂൺ എടുത്ത് അത് താഴേന്നോ മേലേന്നോ മിഡിൽ പാർട്ടെന്നോ എവിടെ നിന്ന് എടുത്ത് നോക്കിയാലും നമുക്ക് ആ സ്വീറ്റ്നെസ് എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണാൻ കഴിയും. അതിൻ്റെ സീക്രട്ട് നമുക്ക് മനസ്സിലായല്ലോ. ദ ഷുഗർ മോളിക്യൂൾസ് ഇൻ ഷുഗർ സൊല്യൂഷൻസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വാട്ടർ. അതിന് കാരണം എന്താണ്? ഷുഗർ മോളിക്യൂൾസ് എന്താണ്, ഈ വെള്ളത്തിൽ കൂടെ എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഓക്കെ, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷുഗർ സൊല്യൂഷന് കാരണം എന്താണ്? ഷുഗർ മോളിക്യൂൾസ് ഇൻ ഷുഗർ സൊല്യൂഷൻസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വാട്ടർ. ഓക്കെ, നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഷുഗർ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഷുഗർ സൊല്യൂഷൻ എന്താണ്? ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ രുചി. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഫിലോസഫർ, അതേസമയം സ്കോളർ, ഒരു പണ്ഡിതൻ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. കന്നഡ എന്നായിരുന്നു പേര്. ഈസ് ബിലീവ്ഡ് ടു ഹാവ് ലിവ്ഡ് ഇൻ 6th or 2nd century BC. Believed that all the matters is composed on indivisible microscopic particles called പരമാണു. അപ്പോൾ പരമാണു കൊണ്ടാണ് എല്ലാം പദാർത്ഥങ്ങൾ നിർമ്മിതമായത് എന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫിലോസഫർ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ്, മോളിക്യൂൾസ് നിയർ ആൻഡ് ഫാർ. നമ്മൾ മോളിക്യൂൾസിനെ പറ്റി പറഞ്ഞു. അത് നിയറും ഫാറും, അടുത്തതും ദൂരെയുള്ളതും. യു നോ ദാറ്റ് മാറ്റർ ഹാസ് എ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. നമുക്കറിയാം അല്ലേ, ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ അതിന് സോളിഡ് എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടുള്ള അല്ലേ, സ്ട്രോങ് ആയിട്ടുള്ള. കാരണം കല്ല്, ഷുഗർ, ഇതൊക്കെ എന്താണ്? സോളിഡ് ഫോമിലുള്ളതാണ്. പിന്നെ നമുക്ക് ലിക്വിഡ് ഫോമിലുണ്ട് എന്ന് പറയാം. ലിക്വിഡ് ഫോം എന്ന് പറയാൻ നമുക്കറിയാലോ, വെള്ളം, എണ്ണ, അതൊക്കെ ലിക്വിഡ് ഫോമാണ്. പിന്നെ ഇനി ഗ്യാസ് സ്റ്റേറ്റ്. അങ്ങനെ 3 സ്റ്റേറ്റാണ് മാറ്ററിനുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൗ ക്യാൻ സബ്സ്റ്റൻസസ് എക്സിസ്റ്റ് ഇൻ ദീസ് സ്റ്റേറ്റ്സ്? അപ്പോൾ ഈ സബ്സ്റ്റൻസിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിലെങ്ങനെയാണ് സബ്സ്റ്റൻസ് നിൽക്കുന്നത്? ലെറ്റ് us think in terms of molecules. Check the illustration. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഫൈൻഡ് ഔട്ട് ദ മോളിക്യൂൾസ് എക്സിസ്റ്റ് ഇൻ ഈച്ച് സ്റ്റേറ്റ്. ഇപ്പോൾ ഇവിടെ ഇതെന്താണ്? സോളിഡാണ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, സോളിഡിൻ്റെ അടുത്തടുത്തിട്ടാണ് മോളിക്യൂൾസ് നിൽക്കുന്നത്. ഇവിടെ ദിസ് ഈസ് ലിക്വിഡിൽ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്തിട്ടാണ്, ഗ്യാസിൽ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം വരെ, ഇത് ഏത് സ്റ്റേറ്റാണ്? ഇത് സോളിഡാണ്, ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസ് ആണ്. അപ്പോൾ ഇതിൽ മോളിക്യൂൾസ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലും, ഇത് അടുത്തടുത്തിട്ടാണ്, ഇത് കുറച്ചകന്നിട്ടാണ്, ഇത് നല്ല വിട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സോളിഡിൽ എങ്ങനെയാണ്? മോളിക്യൂൾസ് ആർ വെരി ക്ലോസ് ടുഗദർ. മനസ്സിലായല്ലോ, അതോടെ അടുത്തടുത്തിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മോളിക്യൂൾസ് ആർ വെരി ക്ലോസ് ടുഗദർ. ദേ ആർ ടൈറ്റ്ലി പാക്ഡ് ഇൻ എ ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്. ഒരു അറേഞ്ച്മെൻറ്റിൽ അവർ ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ടാണുള്ളത്. മോളിക്യൂൾസ് വൈബ്രേറ്റ് ഇൻ പ്ലേസ് ബട്ട് ഡു നോട്ട് മൂവ് ഫ്രം ദെയർ പൊസിഷൻ. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷനിൽ മാറാനൊന്നും കഴിയുന്നില്ല. അവർ ആ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുകയാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒരു ഫിക്സഡ് പ്ലേസിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് പറയാം ലിക്വിഡിൽ എന്താണ് നമ്മൾ കാണുന്നത്? ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ. ഒക്കെയാണ്, പക്ഷേങ്കിൽ ബട്ട് നോട്ട് ഇൻ എ ഫിക്സഡ് പൊസിഷൻ. അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ ഇല്ല. സോളിഡിൽ ആ സമയം ഓരോന്നിനും ഓരോ പൊസിഷൻ ഉണ്ട്, പക്ഷേ ലിക്വിഡിൽ എന്താണ്? ഫിക്സഡ് പൊസിഷൻ ഇല്ല. ദേ ക്യാൻ സ്ലൈഡ് പാസ്റ്റ് വൺ അനദർ വിച്ച് അലോസ് ദ ലിക്വിഡ് ടു ഫ്ലോ. ലിക്വിഡ് എന്ന് പറയുമ്പോൾ അത് ഫ്ലോ ചെയ്യാണല്ലോ, അതിന് അനങ്ങണം, അതിന് ഫ്ലോ ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ്? ഒരു ചെറിയൊരു സ്ലൈഡ്സ് ആയിട്ട് ഉണ്ട്.
ഗ്യാസ് മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട് ആൻഡ് മൂവ് ഫ്രീലി. പിന്നെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, അതിങ്ങനെ മൂവ് ചെയ്യണം, ഫ്രീലി മൂവ് ചെയ്യാണ്. They spread out to fill the shape and volume of the container. ഇപ്പം നമ്മൾ എന്തിലേക്ക് നമ്മൾ ഗ്യാസ് അയച്ചാലും അതിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഇപ്പം ബലൂണിൽ നമ്മളിങ്ങനെ ഊതുമ്പോൾ ബലൂണിന് ഒരു ഷേപ്പാണ്. അപ്പം they spread out to fill the shape and volume of the container. ഇപ്പോൾ സോളിഡ് നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ് ആർ വെരി ക്ലോസ് ടു ദ ടൈറ്റ്ലി പാക്ഡ് ആണ്, വൈബ്രേറ്റ് ഇൻ പ്ലേസ് ബട്ട് നോട്ട് മൂവ് ടു വൺ പൊസിഷൻ ടു അതർ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം, ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഏതാണ് ഈ സോളിഡ്, ബിക്കോസ് മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ഡ്. അപ്പം നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഏതിലാന്ന് പറയാം, സോളിഡിലാണ് ക്ലോസ് ആയിട്ടുള്ളതെന്ന് പറയാം. ഫാർദസ്റ്റ് ഏതാണ്, ആ ഗ്യാസസിലാണ് അല്ലെ, മൂവ് ഫ്രീലി ആണ്. ഇൻ ഗ്യാസസ് ബിക്കോസ് മോളിക്യൂൾസ് മൂവ് ഫ്രീലി ആൻഡ് ആർ വൈഡ്ലി സ്പേസ്ഡ്. ഇനി മൂന്നാമത്തേത്, വൈ സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. നമ്മൾ പറയുന്നുണ്ട് സോളിഡിന് എന്തുകൊണ്ടാണ് ഡെഫിനിറ്റ് ഷേപ്പ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോളിഡ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ബിക്കോസ് ദെയർ മോളിക്യൂൾസ് ആർ ലോക്ക്ഡ് ഇൻ ഫിക്സഡ് പൊസിഷൻ. ആ ഒരു ഫിക്സഡ് പൊസിഷൻ അവർ ലോക്ക് ആയതാണ്. അതുകൊണ്ട് തന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റൂല. ഓക്കെ, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ബിക്കോസ് ദെയർ മോളിക്യൂൾസ് ക്യാൻ മൂവ് ഫ്രീലി. ഇപ്പം ലിക്വിഡിലും ഗ്യാസിനും ആ കേസ് വരുമ്പോൾ അതിന് ഡെഫിനിറ്റ് ഷേപ്പില്ല. ലിക്വിഡിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പില്ല, ഗ്യാസിനും ഷേപ്പില്ല. എന്താ കാരണം, ദേ ക്യാൻ മൂവ്, മോളിക്യൂൾസ് ക്യാൻ മൂവ് ഫ്രീലി. മോളിക്യൂൾസിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സോളിഡ് ദേ ആർ ലോക്ക്ഡ് ഇൻ ഫിക്സഡ് പൊസിഷൻ. ഓക്കെ, ഇനി വൈ ലിക്വിഡ്സ് ക്യാൻ ഫ്ലോ. ലിക്വിഡ് എന്താ ഫ്ലോ ചെയ്യുന്നത്, മോളിക്യൂൾസ് ഇൻ ലിക്വിഡ്സ് ആർ ക്ലോസ് ബട്ട് നോട്ട് ഫിക്സ്ഡ്, സോ ദേ സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. ലിക്വിഡ്സിലുള്ള മോളിക്യൂൾസ് ക്ലോസ് ആണ്, പക്ഷെ അവർ ഫിക്സ് ആയിട്ടില്ല, നോട്ട് ഫിക്സ്ഡ്. ദിസ് അലൗസ് ദ ലിക്വിഡ് ടു മേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. വൈ ഗ്യാസ് സ്പ്രെഡ് ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് ഗ്യാസ് സ്പ്രെഡ് ആവുന്നത്, ഗ്യാസ് മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട് ആൻഡ് മൂവ് റാപ്പിഡ്ലി ഇൻ ഓൾ ഡയറക്ഷൻ. ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ ഡയറക്ഷനിൽ അവർ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. ദിസ് അലോ ഗ്യാസസ് ടു ഫിൽ എനി സ്പേസ് ക്വിക്ക്ലി. നെക്സ്റ്റ്, വൈ സോളിഡ്സ് കനോട്ട് ഫ്ലോ ഓർ സ്പ്രെഡ്. എന്തുകൊണ്ടാണ് സോളിഡിന് സ്പ്രെഡ് ചെയ്യാനോ മൂവ് ചെയ്യാനോ ഫ്ലോ ചെയ്യാനോ കഴിയാത്തത്. സോളിഡ് മോളിക്യൂൾസ് ആർ ഫിക്സ്ഡ് ഇൻ പൊസിഷൻ ആൻഡ് കനോട്ട് മൂവ് പാസ്റ്റ് ഈച്ച് അതർ. സോ സോളിഡ് റിട്ടേൺ ഷേപ്പ് ആൻഡ് കനോട്ട് ഫ്ലോ. ഇനി നമുക്ക് സമ്മറി നോക്കാം. സോളിഡ് എന്ന് പറഞ്ഞിട്ട് മോളിക്യൂൾസ് ക്ലോസ് ആണ്, ഫിക്സ്ഡ് ആണ്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, നോ ഫ്ലോ. ലിക്വിഡ് ആണെച്ചാൽ മോളിക്യൂൾസ് ക്ലോസ് ആണ്, മൂവ് ചെയ്യും, നോ ഡെഫിനിറ്റ് ഷേപ്പ്, ക്യാൻ ഫ്ലോ. ഗ്യാസ് ആണെച്ചാൽ മോളിക്യൂൾസ് ഫാർ അപ്പാർട്ട്, ഫാസ്റ്റ് ആണ്, നോ ഡെഫിനിറ്റ് ഷേപ്പ്, സ്പ്രെഡ് ക്വിക്ക്ലി. ഇത്രയാണ് എന്താണ് സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദ മോളിക്യൂൾസ് ആർ ക്ലോസസ്റ്റ്, അത് നമ്മൾ പറഞ്ഞു സോളിഡിലാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ആർ ഫാസ്റ്റസ്റ്റ്, ഏതിലാണ്, ഗ്യാസിലാണ്, അതും നമ്മൾ പറഞ്ഞു. വൈ ഡു സോളിഡ് ഹാവ് ടു, അതിൻ്റെയൊക്കെ ആൻസർ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, haven't you understood how the molecules of matter exist in all three states? Why are liquid able to flow? ഇതിൻ്റെയൊക്കെ ആൻസർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ക്യാൻ ഗ്യാസ് സ്പ്രെഡ് ഫാസ്റ്റ്, സോളിഡ് കാനോട്ട് ഫ്ലോ ഓർ സ്പ്രെഡ്, വൈ, ഇതിനൊക്കെ ആൻസർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പേജ് നമ്പർ 88 ഫുൾ ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സയൻസ് ഡയറിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് നോക്കാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഏതാണ്, സോളിഡ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ മോളിക്യൂൾസ് ആർ ഫാർദസ്റ്റ്, യെസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ആറ്റംസിനെ കുറിച്ചാണ്. നെക്സ്റ്റ് പേജ് 89. ആറ്റംസ് ആർ സ്മോളർ പാർട്ടിക്കിൾസ് ദാൻ മോളിക്യൂൾസ്. ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസിനേക്കാളും ചെറിയ കാര്യങ്ങളാണ്, ചെറിയ പാർട്ടിക്കിൾസിനെയാണ് ആറ്റംസ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് സംഭവം ഏതാണെന്ന് വെച്ചാൽ എന്താണ്, മോളിക്യൂൾസ് ആണോ ആറ്റംസ് ആണോ, ആറ്റംസ് ആണ്. മോളിക്യൂൾസിനെ നമുക്ക് പിന്നെയും ആറ്റംസ് ആക്കാം, ആറ്റംസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, ആറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എ വാട്ടർ മോളിക്യൂൾ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം.
ഇപ്പോൾ നമ്മൾ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയാം. വാട്ടർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന H2O എന്നാണ് സയൻറ്റിഫിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ H2O എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇതിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ ഒന്നെന്ന് കൊടുത്തിട്ടില്ല, പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെന്നാണ് കരുതേണ്ടത്. ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ജലം, വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. അതിൽ 2 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, അതേപോലെ തന്നെ 1 ഓക്സിജൻ. ഇനി നമ്മൾ ഒരു ഷുഗർ മോളിക്യൂൾസ് എന്നാന്ന് പറയാം. അതിൽ കാർബൺ 12 എണ്ണം ഉണ്ട്. എത്ര ഉണ്ട്? കാർബൺ 12, 22 ഹൈഡ്രജൻ ഉണ്ട്, 11 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് അതിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പക്ഷെ അതൊക്കെ പ്രത്യേക രീതിയിലാണ്, പ്രത്യേക നമ്പറിലാണ്. അതായത് 12 കാർബൺ ആറ്റംസ് വെച്ചാൽ 22 ഹൈഡ്രജൻ ആറ്റമാണ്, 11 ഓക്സിജൻ ആറ്റമാണ് ഷുഗറിലുള്ളത്. അതേസമയം വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്. അപ്പോൾ എ മിക്സർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ 1 സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു മിക്സർ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് കൂടി ചേർന്നാണ് ആ ഒരു മിക്സർ ഉണ്ടാകുക. സോ wouldn't there be more than one type of molecules in a mixer? Note the illustration showing the molecules in different substance. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അത് ഒരു മിക്സർ ആണോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ABCD എന്ന് പറഞ്ഞിട്ട് 4 ഫോട്ടോസ്, ഡയഗ്രാംസ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാൻ വെച്ചാൽ ഇവിടെ എന്താണ്, ഒരു ഷേപ്പിലുള്ള സംഭവമേ കാണുന്നുള്ളൂ. ഇവിടെ വെച്ചാൽ 2 എണ്ണം ഉണ്ട് കാണുന്നുണ്ട്. ഇവിടെ വെച്ചാൽ 2 എണ്ണമാണ്, പക്ഷെ ഷേപ്പ് വ്യത്യാസമാണ്. ഇവിടെ ഒരേപോലത്താണ് കാണുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഈ ഫസ്റ്റ് പിക്ചർ എയിലുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ ഒരൊറ്റ എന്താ പറയുക, സിംഗിൾ ബ്രൗൺ സ്പിയേഴ്സ് ആണുള്ളത്, സിംഗിൾ ബ്രൗൺ മോളിക്യൂൾസ് ആണുള്ളത്. അപ്പം നമുക്ക് അത് എന്ത് പറയാം, അത് പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയും. ഒരൊറ്റ മോളിക്യൂൾസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതെന്താണ്, ഇത് പ്യുവർ ആണ്, ഇതിൽ ഒരൊറ്റ സബ്സ്റ്റൻസേ ഉള്ളൂ. ഇതിൽ രണ്ടാമത്തേത് 2 എണ്ണം ഉണ്ട് അല്ലേ. ആദ്യത്തേല് നമ്മൾ ഒരൊറ്റ കളറേ കാണുന്നുള്ളൂ. രണ്ടാമത്തേല് നമ്മൾ 2 കളറ് കാണുന്നുണ്ട്. ഒന്ന് ബ്രൗണും ഒന്നൊരു ഗ്രീൻ കളറും കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ നമ്മൾ നോക്കാന്ന് വെച്ചാല് ബ്ലൂ ബ്രൗൺ കമ്പൈൻഡ് മോളിക്യൂൾസ് ആണ്, സിംഗിൾ ഗ്രേ ആണ് നമ്മൾ കാണുന്നത്. ഇനി നാലാമത്തെ നമുക്ക് നോക്കാന്ന് വെച്ചാൽ ഓൾ ആർ മോളിക്യൂൾസ് ഓഫ് 2 ബ്രൗൺ, 2 ബ്രൗൺ ഉള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇങ്ങനെ ABCD എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 ഫോം ഓഫ് മോളിക്യൂൾസിന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ താഴെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ ചെയ്യാം. ഹൗ മെനി ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആർ ദർ ഇൻ സബ്സ്റ്റൻസ് എ ആൻഡ് വാട്ട് അബൌട്ട് ബി? അപ്പോൾ സബ്സ്റ്റൻസ് എയിൽ എത്ര ടൈപ്പ് ഉണ്ട്? 1 ടൈപ്പ് ഉള്ളത്. നമുക്ക് എന്ത് എഴുതാം, സബ്സ്റ്റൻസ് എ ഹാസ് 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഓർ ആറ്റം. ഇനി സബ്സ്റ്റൻസ് ബി എന്ന് പറയുമ്പം ദർ ഈസ് 2 ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. സബ്സ്റ്റൻസ് ബി നോക്കാൻ വെച്ചാൽ അവിടെ 2 ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സബ്സ്റ്റൻസ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉള്ളത് ഏതൊക്കെ സബ്സ്റ്റൻസിനാണ്? അപ്പം നമുക്ക് എന്ത് എഴുതാം, സബ്സ്റ്റൻസ് ബിയും സിയും ഡിഫറെൻറ്റ് ടൈപ്പാണുള്ളത്. ഇതിന് രണ്ടും 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണുള്ളത്. ഈ ബിക്കും സിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സബ്സ്റ്റൻസ് ബി ആൻഡ് സി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. ദ ടെക്സ്റ്റ് ഡിഫൈൻസ് ആസ് ദീസ് ആസ് മിക്സ്ചർ. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, മിക്സ്ചേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തത് വിച്ച് സബ്സ്റ്റൻസ് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്? സെയിം ടൈപ്പ് മോളിക്യൂൾസ് ഉള്ളത് നമ്മൾ ഏതൊക്കെ എഴുതാം, നമുക്ക് സബ്സ്റ്റൻസ് എയും എഴുതാം, സബ്സ്റ്റൻസ് ഡിയും എഴുതാം. ഒരേ ടൈപ്പാണ്, ഇതിൽ മിക്സിംഗ് ഒന്നും ഇല്ല. ഇവിടെ മിക്സിംഗ് ഉണ്ട്, ഇവിടെ ഒരേ ടൈപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സബ്സ്റ്റൻസ് എ ആൻഡ് ഡി ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ദ ടെക്സ്റ്റ് ഡിഫൈൻസ് ദീസ് ആസ് എ പ്യുവർ സബ്സ്റ്റൻസ്. നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പം നമുക്കിവിടെ സം സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പോ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ചില സബ്സ്റ്റൻസ് സെയിം ടൈപ്പ് മോളിക്യൂൾസ് ആണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ദേ ആർ പ്യുവർ സബ്സ്റ്റൻസ്. അതിനെ നമ്മൾ പ്യുവർ ആണെന്ന് പറയും, പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയും. സം ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ചിലത് കുറേ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കാം. ബട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് ഫ്രം ടീച്ചർ? അപ്പം നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. ദർ ആർ സബ്സ്റ്റൻസ് അറൗണ്ട് അസ് കണ്ടെയ്നിങ് ദ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദോസ് കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. അപ്പം നമ്മൾ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പുള്ള മോളിക്യൂൾസ് ഉള്ളതും ഉണ്ടാവാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസും ഉണ്ടാവാം. ഒരേ ടൈപ്പുള്ളതിനെ നമ്മൾ എന്ത് പറയും, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. അതിൽ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. മിക്സ്ചേഴ്സ് വിൽ ഹാവ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഇൻ ദം.
മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പം പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് ഒന്ന് പഠിച്ചു, പിന്നെ എന്താണ് മിക്സ്ചേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആർ മിക്സ്ചേഴ്സ് പ്യുവർ സബ്സ്റ്റൻസ്, വൈ ഡിസ്കസ്. ഈ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ? Which is the smaller particle, atom or molecule? Atom ആണോ molecule ആണോ? Smaller particle. Atoms are the smaller particle. Atoms ആണ് ഏറ്റവും ചെറിയ particle. Molecules are made up of atoms. Next question, give the atomic composition of a water molecule and sugar molecule. A water molecule has two different atoms and one oxygen atom. Water molecule എന്ന് പറയുന്നത് അതിന് 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ആണുള്ളത്. ഷുഗർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 12 കാർബൺ ആറ്റംസ്, 22 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 11 ഓക്സിജൻ ആറ്റം. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ ഷുഗർ മോളിക്യൂളിന് 12 കാർബൺ ആറ്റവും 22 ഹൈഡ്രജൻ ആറ്റവും അതേപോലെ 11 ഓക്സിജൻ ആറ്റവും ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മിക്സ്ചർ? ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസസ് ആൻഡ് ദസ് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മോളിക്യൂൾസ് അതിലുണ്ടാവാം. Question number 4, how many types of molecules are substance A and B? സബ്സ്റ്റൻസ് എയിലും ബിയിലും ഉള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്? സബ്സ്റ്റൻസ് എ ഹാസ് 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്, അതായത് സിംഗിൾ ബ്രൗൺ സ്പിയേഴ്സ് ആണുള്ളത്. സബ്സ്റ്റൻസ് ബി എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഐഡൻറ്റിഫൈ ദ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് ദ മിക്സ്ചേഴ്സ് ഫ്രം എ ബി സി ഡി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ആൻഡ് ഡി, മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബി ആൻഡ് സി. വിച്ച് ഇല്ലസ്ട്രേറ്റീവ് സബ്സ്റ്റൻസ് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്? സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് എ ആൻഡ് ഡി ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആർ ദ മിക്സ്ചേഴ്സ് പ്യുവർ സബ്സ്റ്റൻസ്, വൈ? മിക്സ്ചേഴ്സ് എല്ലാം പ്യുവർ സബ്സ്റ്റൻസ് ആണോ? അല്ല. നമ്മൾ ഇതുവരെയുള്ള എക്സാമ്പിൾസ് നോക്കാം, നമുക്കത് മനസ്സിലായി കഴിഞ്ഞു. നോ, മിക്സ്ചേഴ്സ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസ്. Pure substance are made up of same type of molecules, but mixtures always have different molecules in them. Mixture എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ഒരു മിക്സ് ഉണ്ടാവും, അതുകൊണ്ട് അതൊരിക്കലും പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കില്ല. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വൈ? റെക്കോർഡ് യുവർ ഇൻഫറൻസ് ഇൻ യുവർ സയൻസ് ഡയറി. വിച്ച് ആർ ദ അതർ സബ്സ്റ്റൻസ് യു നോ? ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൻ ബിലോ. അപ്പോൾ വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ്, വെള്ളം, വേറൊരു ഇമ്പ്യൂരിറ്റീസും അല്ലാത്ത വെള്ളം എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഓരോന്ന് പറയണം, അയണും കോപ്പറും പറയണം വി ആർ പ്യുവർ സബ്സ്റ്റൻസ്. കാർബൺ പറയണം ഐ ആം ഓൾസോ പ്യുവർ സബ്സ്റ്റൻസ്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പറയണം മീ ടു, വി ആർ ഓൾസോ പ്യുവർ സബ്സ്റ്റൻസ്. എല്ലാവരും പറയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ആസ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഓക്കെ, ഇവിടെ പോറിഡ്ജ് നിങ്ങൾക്കറിയാലോ, കഞ്ഞി. വാട്ടർ, സോൾട്ട് ആൻഡ് അതർ സബ്സ്റ്റൻസ്, അതെന്താണ്? മിക്സ്ചറാണ്. ഓക്കെ, മിക്സ്ചറാണ്. പോറിഡ്ജ് എന്ന് പറയുന്നത് മിക്സ്ചറാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് മാത്രമാണുള്ളത്, അതിന് നമുക്ക് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഷുഗറിൽ ഷുഗർ മാത്രമാണുള്ളത്, നമുക്കത് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഇനി സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ട്, അപ്പോൾ 2 എണ്ണം ഉണ്ട്, അപ്പോൾ അതിനെ നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. ബട്ടർ മിൽക്കിൽ വാട്ടർ, സോൾട്ട് ആൻഡ് അതർ സബ്സ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. പ്യുവർ വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഇനി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഗോൾഡ് ജുവൽസിൽ ഗോൾഡ് മാത്രമല്ല സിൽവറും കോപ്പറും ഒക്കെ ഉണ്ട്, അതൊരു അലോയ് ആണ്, അതിന് നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. ഗോൾഡിൽ ഗോൾഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്, വൈ റെക്കോർഡ് യുവർ ഇൻഫറൻസ് ഇൻ ഡയറി. അപ്പോൾ പ്യുവർ വാട്ടർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. അപ്പോൾ വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾസേ ഉള്ളൂ, അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ള ഒരു മോളിക്യൂൾ മാത്രമേ ഉള്ളൂ ഇൻ എ ഫിക്സഡ് റേഷ്യോ. ദർ ആർ നോ ഇമ്പ്യൂരിറ്റീസ് ഓർ അതർ സബ്സ്റ്റൻസ് പ്രസൻറ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും ഏതൊക്കെയാണെന്ന് കണ്ടു. പെൻസിൽ ഗ്രാഫൈറ്റ്, അതേപോലെ തന്നെ ഷുഗർ, അതേപോലെ പ്യുവർ വാട്ടർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇവയൊക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ,
ഇനി എക്സാമ്പിൾസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. കോപ്പർ നമ്മൾ നേരത്തെ ഫസ്റ്റ് പേജിൽ കണ്ടല്ലോ. കോപ്പർ, അയേൺ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പ്യുവർ വാട്ടർ, ഇതൊക്കെ എന്ത് എക്സാമ്പിൾ ആണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത 91 പേജ് നോക്കാം. ഈസ് പ്യുവർ കോക്കനട്ട് ഓയിൽ എ പ്യുവർ സബ്സ്റ്റൻസ്? കോക്കനട്ട് ഓയിൽ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യു might have been seen advertisement of pure coconut oil, pure milk, pure ghee, etc. അപ്പോൾ നമ്മൾ പരസ്യം കാണുന്നതാണല്ലോ ടി വിയിലൊക്കെ. ശുദ്ധമായ നെയ്യ്, ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പരസ്യങ്ങളും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ബട്ട് ദ വേർഡ് പ്യുവർ ഈസ് ഇൻ സയൻസ് ഡസ് നോട്ട് മീൻ ദ സെയിം ആസ് ഇൻ അഡ്വർടൈസ്മെന്റ്. പക്ഷെ നമ്മൾ സയൻസിൽ പറയുന്ന പ്യുവർ എന്നുള്ള ശുദ്ധമായത് എന്നതും അതേപോലെ അഡ്വർടൈസ്മെന്റിൽ ഉപയോഗിച്ചതും വ്യത്യാസമുണ്ട്. ഇൻ ദ മാർക്കറ്റ് പ്യുവർ കോക്കനട്ട് ഓയിൽ മീൻസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി അതർ ഓയിൽസ് ഓർ കമ്പോണൻസ്. അപ്പം ഈ മാർക്കറ്റിൽ പ്യുവർ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അതിൽ വേറെ എണ്ണകളൊന്നും ഇല്ല. സയന്റിഫിക്കലി കോക്കനട്ട് ഓയിൽ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് മോളിക്യൂൾസ് ഓഫ് മെനി കമ്പോണൻസ്. ഓക്കെ, you have understood the difference between pure substance and mixtures. Find more example for each category and complete the table. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്ചേഴ്സിനെയൊക്കെ കുറിച്ചുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്യുവർ സബ്സ്റ്റൻസിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്തെല്ലാം എഴുതാം? വാട്ടർ എഴുതാം, അയൺ എഴുതാം, കോപ്പർ എഴുതാം, കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാം, ഓക്സിജൻ എഴുതാം, സൾഫർ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മിക്സ്ചേഴ്സിൽ തന്നെ രണ്ട് തരം മിക്സ്ചേഴ്സ് ഉണ്ട്, ഹോമോജീനിയസും ഹെട്രോജീനിയസും. ഹോമോജീനിയസിന്റെ കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? എയർ എഴുതാം, പിന്നെ സോൾട്ട് സൊല്യൂഷൻ എഴുതാം, ഷുഗർ സൊല്യൂഷൻ എഴുതാം, കോക്കനട്ട് ഓയിൽ എഴുതാം, വിനാഗിരി എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഹെട്രോജീനിയസ് മിക്സ്ചറിൽ എന്ത് എഴുതാം? സോയിൽ, സാൻഡ് ആൻഡ് സോൾട്ട്, ഫ്രൂട്ട് സാലഡ്, മിൽക്ക്, ലെമൺ ജ്യൂസ് വിത്ത് വെൾപ്പ്, സെറിൽ വിത്ത് മിൽക്ക്, ഇതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്തത് ടോപ്പിക് സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ്. ഈ മിക്സ് നമ്മൾ കണ്ടല്ലോ. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓർ മോർ കോമ്പൗണ്ടന്റ്, അതായത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടന്റ് മിക്സ് ചെയ്തതാണ് നമ്മൾ പറയുന്ന മിക്സ്ചേഴ്സ്. അപ്പോൾ മിക്സ്ചേഴ്സിൽ എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ, സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ വേർതിരിച്ചെടുക്കാം. അപ്പം നോക്കൂ, റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺസ്. ഈ അരിയിൽ നിറച്ചു കല്ലുകളുണ്ട്. അപ്പോൾ നമുക്കത് വേർതിരിക്കണം. അതേപോലെ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അയൺ പൗഡർ, പൂഴിയും ഉണ്ട്, അതേപോലെ അയൺ പൗഡർ ഉണ്ട്. ഇതിനെ നമുക്ക് വേർതിരിച്ചിരിക്കണം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക, മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആർ ദ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഹൗ ക്യാൻ വി സെപ്പറേറ്റ് ദ കമ്പോണന്റ് ഫ്രം ദീസ് മിക്സ്ചേഴ്സ്? ഇനി ഒന്നിൽ നിന്ന് ഒന്നിനെ നമുക്ക് എങ്ങനെ വേർതിരിക്കാം? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സോളിഡ് ഫ്രം ലിക്വിഡ്, അതിന് ഉദാഹരണമാണ് സാൻഡ് ആൻഡ് വാട്ടർ. സാൻഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാൻഡ് എന്ന് പറയുന്നത് സോളിഡ് ആണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്. ഇനി സൊല്യൂട്ട് ഫ്രം സൊല്യൂഷൻ, സാൾട്ട് ഫ്രം സാൾട്ട് വാട്ടർ, അതാണ് സൊല്യൂട്ട് ഫ്രം സൊല്യൂഷന്റെ എക്സാമ്പിൾ. ഹെവിയർ സോളിഡ് ഫ്രം ലിക്വിഡ്, ഹെവിയർ സോളിഡ് എന്ന് പറയുമ്പോൾ മഡ് ആൻഡ് വാട്ടർ. മാഗ്നറ്റിക് ഫ്രം നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അത് അയൺ ഫില്ലിങ്സ് ഫ്രം സോൾട്ട്. ഇനി ലിക്വിഡ്സ് വിത്ത് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റ്സ്, ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ഇനി നമുക്ക് അതുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. വിച്ച് ആർ ദ കമ്പോണൻസ് ഓഫ് ദീസ് ടു മിക്സേഴ്സ്? എക്സാമിൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഡു റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് സെയിം കളർ? ഡു ദേ ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്? അപ്പോൾ ഡു റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് സെയിം കളർ, ഡു ദേ ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്? അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? റൈസ് ആൻഡ് സ്റ്റോൺസ് ജനറലി ഡു നോട്ട് ഹാവ് ദ സെയിം കളർ. റൈസിനും സ്റ്റോണിനും ഒരേ കളറും ഒന്നുമല്ല, ഷേപ്പും അല്ല, സൈസും അല്ല. വിച്ച് ഇസ് വൈ ദേ ക്യാൻ സെപ്പറേറ്റഡ് ബൈ ഹാൻഡ് മേക്കിംഗ്. അപ്പം നമുക്ക് അതെങ്ങനെ കൈകൊണ്ട് എടുത്തു മാറ്റാം? അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പും കളറൊക്കെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരിയെയും അതേപോലെ കല്ലിനെയും വേർതിരിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് അത് എന്ത് ചെയ്യാം? സെപ്പറേറ്റഡ് ബൈ ഹാൻഡ് പിക്കിംഗ്, കൈകൊണ്ട് നമുക്ക് അത് ഹാൻഡ് പിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ദ കമ്പോണൻറ്റ് ഓഫ് വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്? ഏതാ ഇതിൽ നമുക്ക് ഹാൻഡ് കൊണ്ട്, കൈകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്താണ്? ദ കമ്പോണൻസ് ഓഫ് ദ റൈസ് ആൻഡ് സ്റ്റോൺ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്. റൈസും സ്റ്റോണും നമുക്ക് കൈകൊണ്ട് മാറ്റാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ സ്റ്റോൺസ്
have the same size and color that of rice, would it possible to separate by them hand? ഇനി ഈ സ്റ്റോൺസിനും അതേപോലെ റൈസിനും ഒരേ കളറും ഒരേ സൈസും ഒക്കെ കാണിച്ചാൽ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? It would be very difficult or impossible to separate them by hand if they have the same size and color. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരേ കളറും അതേപോലെ തന്നെ ഒരേ സൈസും ഉണ്ടെങ്കിൽ ഈ റൈസിനെയും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോണിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ വിഷമമാണ്. ഇത് ഒരേ ഡിഫറെൻറ്റ് സൈസ് ആയതുകൊണ്ടാണ്, ഡിഫറെൻറ്റ് ഷേപ്പും ആയതുകൊണ്ടാണ് നമുക്ക് അരി വേറെ അതേപോലെ സ്റ്റോൺ വേറെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അതേസമയം ഒരേപോലെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ദം ബൈ ഹാൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ അയൺ ഡസ്റ്റ് ബി സെപ്പറേറ്റ് ഫ്രം സാൻഡ്? അയൺ ഡസ്റ്റ് നമുക്ക് പൂഴിയിൽ നിന്ന് മണലിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുമോ? യെസ്, അയൺ ഡസ്റ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്. അയൺ ഡസ്റ്റും നമുക്ക് പൂഴിയിൽ നിന്ന് വേർതിരിക്കാം. Can iron powder can be separated from sand for making use of any other property of iron powder? അപ്പോൾ നമുക്ക് ഈ അയൺ പൗഡർ എങ്ങനെയാണ് സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക? അതിന് നമുക്ക് ഈ അയൺ പൗഡറിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, iron powder can be separated by sand by using its magnetic property. അപ്പോൾ നമുക്കറിയാം അയൺ പൗഡർ എന്ന് പറയുമ്പോൾ ഇരുമ്പും കാന്തവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിനെ വേർതിരിക്കാം. ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെപ്പറേഷൻ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഇനി ഫോളോയിങ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് സെപ്പറേഷൻ മെത്തേഡ് എന്നാണ് നമ്മളിനി പറയേണ്ടത്. ഹൗ ഡു വി സെപ്പറേറ്റ് ടീ ഡസ്റ്റ് ഫ്രം ടീ? ചായയിൽ നിന്ന് ചായപ്പൊടി നമ്മൾ എങ്ങനെയാണ് ടീ ഡസ്റ്റ് ഫ്രം ടീ എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുക? അത് നമ്മൾ വീട്ടിൽ കാണുന്ന കാര്യം തന്നെയാണല്ലേ. ടീ ഡസ്റ്റ് ഈ സെപ്പറേറ്റഡ് ഫ്രം ബ്രൂഡ് ടീ ബൈ ഫിൽട്രേഷൻ ഓർ സീവിങ്. സീവിങ് എന്ന് പറഞ്ഞാൽ എന്താ? അരിപ്പയിലൂടെയാണ് നമ്മൾ ഇത് എന്താണ് ടീ ഡസ്റ്റ് ടീയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് വർക്ക്സ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ദ ടീ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ലിക്വിഡ് ടീ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? ടീ ഡസ്റ്റ് നമുക്ക് അതിൻ്റെ സൈസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഹൗ ആർ സ്മോൾ സ്റ്റോൺസ് റിമൂവ്ഡ് ഫ്രം റൈസ് വൈൽ വാഷിംഗ് ഇറ്റ് ബിഫോർ കുക്കിംഗ്? അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അരിയിൽ ചിലപ്പോൾ കല്ലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സ്മോൾ സ്റ്റോൺസ് ആർ റിമൂവ്ഡ് ഫ്രം റൈസ് ബൈ പ്രോസസ് കോൾഡ് ഡിക്കാൻറ്റേഷൻ ഓർ വിനോയിങ്. അതിന് നമ്മൾ പറയുന്ന വേറൊരു മെത്തേഡാണ് ഡീക്കാൻറ്റേഷൻ ഓർ വിനോയിങ്. വിനോയിങ് എന്ന് പറഞ്ഞാൽ പാറ്റ്. ഓക്കെ, since the stones are heavier, they settle at the bottom while the lighter rice can be washed away. How are small stones removed from rice while washing it ബിഫോർ കുക്കിംഗ്? എങ്ങനെയാണ് സ്മോൾ സ്റ്റോൺസ് നമ്മൾ റിമൂവ് ചെയ്യുക? അത് നമ്മൾ പറഞ്ഞു. വിച്ച് ആർ ദ വേസ് ബൈ വിച്ച് മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്? മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ ചെളിവെള്ളം എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യാന്ന്. മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് ത്രൂ സെവറൽ മെത്തേഡ്. അത് പ്യൂരിഫൈ ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതിന് പറയുന്ന മെത്തേഡാണ് സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡീക്കാൻറ്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ. സെഡിമെൻറ്റേഷൻ അലൗസ് ദ മഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ അറ്റ് ദ ബോട്ടം. നമ്മൾ കുറേ നേരം ചെളിവെള്ളം ഇങ്ങനെ ഒരു ഗ്ലാസ്സിലൊക്കെ വെച്ചിരുന്നാൽ മെല്ലെ മെല്ലെ അതിൽ ചളി മഡ് പാർട്ടിക്കിൾസ് അതിൻ്റെ താഴെ ഇങ്ങനെ സെറ്റിലാവുന്നത് നമുക്ക് കാണാം. ഡീക്കാൻറ്റേഷൻ ഇൻവോൾവ്സ് പോറിംഗ് ഓഫ് ദ ക്ലിയർ വാട്ടർ ആൻഡ് ഫിൽട്രേഷൻ യൂസസ് ഫിൽറ്റർ ടു ട്രാപ്പ് ദ റിമൈനിങ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്ക് മഡി വാട്ടർ പ്യൂരിഫൈ ചെയ്യാനുള്ളത്. ഒന്ന് സെഡിമെൻറ്റേഷൻ ആണ്, ഒന്ന് ഡീക്കാൻറ്റേഷൻ ആണ്, അനദർ മെത്തേഡ് ഈസ് ഫിൽട്രേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മളിതുവരെ പഠിച്ച മെത്തേഡ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ടീ ഡസ്റ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ടീ ബൈ ഫിൽട്രേഷൻ. അതിനൊരു മെത്തേഡാണ് ഫിൽട്രേഷൻ. അത് നമ്മൾ ഫിൽട്രേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ചായയിൽ നിന്ന് വേർതിരിക്കാം. ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ പാർട്ടിക്കിൾ സൈസ്. സ്മോൾ സ്റ്റോൺസ് ആർ റിമൂവ്ഡ് ഫ്രം റൈസ് ബൈ ഹാൻഡ് പിക്കിംഗ് ഓർ സീവിങ്. ഓക്കെ, വിച്ച് റിലേസ് ഓൺ ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. മഡി വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ബൈ സെഡിമെൻറ്റേഷൻ ഓർ ഡീക്കാൻറ്റേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഒക്കെ ഉത്തരമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ദർ ആർ ഈവൻ മോർ മെത്തേഡ്സ് സെപ്പറേഷൻ ഒബ്സർവ് പിക്ചേഴ്സ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി മെത്തേഡ്സ് നമ്മൾ ഫിൽട്രേഷൻ, സെഡിമെൻറ്റേഷൻ, ഡിക്കാൻറ്റേഷൻ, വിനോയിങ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. കുറച്ചും കൂടി കാര്യങ്ങൾ പലതരം മെത്തേഡ്സും കൂടി ഉണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നതാണ്. സെപ്പറേറ്റ് സാൾട്ട് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ ദ സാൾട്ട് ഫിൽട്ടർ. ഇത് സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് വേർതിരിക്കാം. സെപ്പറേറ്റിംഗ് ദ ഷാഫ് ഫ്രം പാടി. അതായത് പാടി നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്ന ഒരു ഉമി വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്. തൈരിൽ നിന്ന് ബട്ടർ വെണ്ണ വേർതിരിച്ചെടുക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ നാല് ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ആണ്. അനലൈസ് ഈച്ച് ഇമേജ് യൂസിങ് ദ ഫോളോയിങ് ക്ലൂസ് ഫൈൻഡ് ദ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ദ കോമൺ ടാബ്ലറ്റ്. അപ്പോൾ ഇതൊക്കെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സാൾട്ട് ഫിൽട്ടർ. ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ ആണ്. ഉപ്പ് ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് ഇവാപ്രേഷൻ മെത്തേഡാണ്. ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ് ചേർണിംഗ് ആണ്. അതിന് പറയാ ചേർണിംഗ് എന്നാണ്. അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ. പാടി ആൻഡ് ചാഫ് ആർ സെപ്പറേറ്റഡ് വിനോയിങ്. പാറ്റുക, നമ്മൾ മുറത്ത് നോക്കാൻ പാറ്റുന്നത് നിങ്ങൾ കണ്ടില്ലേ വീട്ടിൽ, അതേപോലെ പാറ്റുക, അതാണ് വിനോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടേബിൾ നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫ്രം ദ ടേബിൾ ഐഡന്റിഫൈ ദ കോണ്ടെക്സ്റ്റ് that utilize the change of state of matter for the separation of a dissolved component. How is the process separating butter from curd different from others? Which situation make uses of magnetic property of component for separation? Which property is used to separate chaff from paddy? Okay, and okay, answer നമുക്ക് നോക്കാം. Which properties of component do we use in these two method of separation? For picking up the properties used are different in size, shape and color of the component. In separation using magnet ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്, the property used is the magnetic nature of one of the components. ഇനി salt is separated from seawater collected in salt water. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഇവാപ്രേഷൻ. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഇവാപ്രേഷൻ. വെൻ സീ വാട്ടർ ഈസ് ലെഫ്റ്റ് ഓപ്പൺ സാൾട്ട് ഫീഡ്. ഇപ്പം നമ്മൾ കടൽ വെള്ളം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഫീഡ്സിൽ ഓപ്പൺ ആയിട്ട് വെക്കുക വെച്ചാൽ ദ വാട്ടർ ഇവാപ്രേറ്റ് ഡ്യൂ ടു ദ ഹീറ്റ് ഫ്രം ദ സൺ. അപ്പോൾ അതിലുള്ള വെള്ളം ഇവാപ്രേറ്റ് ചെയ്തിട്ട് ചൂട് കൊണ്ട്, സൂര്യനിൽ നിന്നുള്ള ചൂട് കൊണ്ട് അത് ഇവാപ്രേറ്റ് ആവിയായിട്ട് മേലോട്ട് പൊന്തി പോവുകയാണ്. ലീഡിങ് ദ സാൾട്ട് ബിഹൈൻഡ് ഇറ്റ്സ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ സോൾട്ട് അവിടെ തന്നെ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാവും. ദിസ് പ്രോസസ് യൂട്ടിലൈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് ടു സെപ്പറേറ്റ് ദ ഡിസോൾവ്ഡ് സാൾട്ട്. ഇനി സെപ്പറേഷൻ ഓഫ് ബട്ടർ ഫ്രം കേർഡ്, അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ചേർണിങ്. അവിടെ നമ്മൾ കടയുക എന്നാണ് പറയുക, ചേർണിങ്. ഓക്കെ, ഇനി അടുത്ത സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്. അയൺ പൗഡർ സാൻഡിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട്. ദിസ് മെത്തേഡ് ഈസ് a magnetic can be used to attract to separate the iron powder from the mixture of iron powder and sand. In separation of chaff from paddy, the property used to separate chaff from paddy is the different in their weight or density. A weight ആണ് അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് വിനോയിങ്. ഇതിന് പറയുന്ന പേരാണ് വിനോയിങ്. ഷാഫ് ഈസ് മച്ച് ലൈറ്റർ ദാൻ പാഡി ഗ്രെയിൻസ്. നെല്ലിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഷാഫ് വളരെ ലൈറ്ററാണ്, വളരെ ഭാരം കുറഞ്ഞതാണ്. അപ്പം നമ്മളിങ്ങനെ അത് ഹൈറ്റിൽ നിന്ന് അത് താഴോട്ട് വെക്കുമ്പോൾ അത് പാറിപ്പോകും. കാറ്റ് വന്നിട്ട് ആ ലൈറ്റ് ചാഫ് ഹെവി, അതായത് ആ വെയിറ്റ് കുറഞ്ഞ ആ ചാഫ് അവിടുന്ന് പോവുകയാണ്, പാറിപ്പോവുകയാണ്. അതിനെയാണ് വിനോയി. വിൻഡ് കാറ്റ് വന്ന് അതിനെ പാറ്റുകയാണ്. വൈൽ ദ ഹെവിയർ പാഡി ഗ്രെയിൻസ് വാൾ സ്ട്രെയിറ്റ് ഡൗൺ. അപ്പോൾ ഈ ഭാരം കൂടിയ നെല്ല് താഴെ സ്ട്രെയിറ്റ് ആയിട്ട് വീകുന്നു. ഈ ഭാരം കുറഞ്ഞ ഷാഫ് അത് ഇങ്ങനെ പാറി അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ്. Okay, you have understood the method of separation also varies according to the nature of the component. Explore the find out more methods of separation we use our daily life. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോസസ്സ് ഹാൻഡ് പിക്കിംഗ് ആണ്. സ്റ്റോൺസ് ആർ റിമൂവ്ഡ് ഫ്രം റൈസ് ഓർ പൾസസ് ബൈ ഹാൻഡ്. വിനോയിങ്, ഫാമേഴ്സ് സെപ്പറേറ്റ് ഹസ്ക് ഫ്രം ഗ്രെയിൻസ് യൂസ്ഡ് യൂസിങ് മീറ്റ്. സീവിങ്, flour is sifted to separate fine flour from coarse particles. Sedimentation and decantation, filtration, evaporation, distillation. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. Haven't you understood that we use
The pure substance and mixtures in many situation in our day to day life. അപ്പോൾ നമ്മൾ ഈ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വൈ ഷുഡ് വി അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്? ഈസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ അസ് ലീഡ് ടു in our daily life in a better way? Besides, we should be able to make a new substance when needed and also make use of different methods of separation. ഇനി ലെറ്റസ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഈ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചാണ്. വി യൂസ് എ പ്യുവർ സബ്സ്റ്റൻസ് സച്ച് as വാട്ടർ, ഓക്സിജൻ ആൻഡ് മെറ്റൽസ് ഫോർ സ്പെസിഫിക് പർപ്പസ് and mixtures such as air, milk and soil are all around us. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുള്ള വെള്ളം, ഓക്സിജൻ, അതേപോലെ മെറ്റൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ മിക്സ്ചേഴ്സും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് ബിക്കോസ് എന്തിനാണ് ഈ അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഈ പ്യുവർ സബ്സ്റ്റൻസിൻ്റെയും അതേപോലെ മിക്സ്ചേഴ്സിൻ്റെയും നമ്മൾ മനസ്സിലാക്കി ഇറ്റ് ഹെൽപ്സ് യൂസ് മെറ്റീരിയൽസ് കറക്റ്റ്ലി ഇൻ അവർ ഡെയിലി ലൈഫ്. We can separate useful components from mixtures when needed. It allows us to create new substance for our needs. It helps in industries, medicine, agriculture and household activities. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഈ മിക്സ്ചേഴ്സും സബ്സ്റ്റൻസ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസസ് നോക്കാം. ലെറ്റസസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ഡ്രിങ്ക് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിങ് സാൾട്ട് ആൻഡ് ഷുഗർ ടു സോഡ വാട്ടർ. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ദിസ് മിക്സ്ചർ? ഈ മിക്സ്ചറിൻ്റെ ഒരു കമ്പോണൻസ് എന്തൊക്കെയാണ്? ദ കമ്പോണൻസ് ഓഫ് ദിസ് മിക്സ്ചർ ആർ സാൾട്ട്, ഷുഗർ ആൻഡ് സോഡ വാട്ടർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദിസ് ഡ്രിങ്ക് എ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് മിക്സ്ചർ? അപ്പോൾ ഇതൊരു ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ബിക്കോസ് ദ സാൾട്ട് ആൻഡ് ഷുഗർ ഡിസോൾവ്ഡ് കംപ്ലീറ്റ്ലി ഇൻ ദ സോഡ വാട്ടർ ഫോമിങ് എ യൂണിഫോം സൊല്യൂഷൻ. അപ്പോൾ ഇതിന് നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. കാരണം സാൾട്ടും ഷുഗറും ഈ സോഡ വാട്ടറിൽ ഡിസോൾവ് ചെയ്യേണ്ട, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവാണ്. അതുകൊണ്ട് അത് എവിടെ നമ്മൾ താഴേന്നോ മേലേന്നോ നടക്കുന്നോ ഒക്കെ നമ്മൾ രുചിച്ച് നോക്കിയാൽ ഒരേ രുചിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഒരേ രുചിയായിരിക്കും എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് നമുക്ക് ഹോമോജീനിയസ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1 സ്പൂൺ ഓഫ് സാൾട്ട് ഈസ് ആഡഡ് ടു എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു സ്പൂണ് സാൾട്ട്, ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടു. ദർ ഈസ് അൺഡിസോൾവ്ഡ് സാൾട്ട് ഇൻ ദ ഗ്ലാസ്. അപ്പോൾ അത് മുഴുവൻ ഡിസോൾവ് ആയില്ല, ലയിച്ച് ചേർന്നില്ല. വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ഇറ്റ് ഹോമോജീനിയസ് മിക്സ്ചർ? അപ്പോൾ അതിനെ നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ ആക്കണം. അതിനെന്ത് ചെയ്യും? Stir the solution well and heat the water slightly to the hot hole that salt dissolves. നമ്മൾ ഒന്നെങ്കിൽ നല്ലവണ്ണം അത് കലക്കുക, നല്ലവണ്ണം സ്പൂൺ ഇട്ടിട്ട് സ്റ്റെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഹീറ്റ് ചെയ്യുക. അപ്പോൾ അത് നല്ലവണ്ണം ഡിസോൾവ് ചെയ്യും. When all the salt dissolves, it becomes homogeneous mixture. അപ്പോൾ എല്ലാ സാൾട്ടും ഡിസോൾവ് ചെയ്ത് വരുമ്പോൾ അതൊരു ഹോമോജീനിയസ് മിക്സ്ചറായി മാറും. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ്? എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെൻറ്റ്സ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം. ടേക്ക് yes the correct ones among these. Okay, all these are not pure substance. All these are not pure substance. അപ്പോൾ അതിന് ഇൻകറക്റ്റ് ആണ്. സം കാർബൺ ഡയോക്സൈഡ് ആർ പ്യുവർ സബ്സ്റ്റൻസ്. ഇനി ബ്രാസ്, അയൺ ആൻഡ് ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സ്ചേഴ്സ്. ശരിയാണ്, കറക്റ്റ് ആണ്. ഇനി ബ്രാസ്, അയൺ, ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സ്ചേഴ്സ്, കറക്റ്റ് ആണ്. ഗോൾഡ് ഓർണമെൻറ്റ് ഈസ് എ മിക്സ്ചർ, കറക്റ്റ് ആണ്. കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസ്, അതും കറക്റ്റ് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് കറക്റ്റ് ഉള്ളത്. ഏതൊക്കെയാണ്? സിയും ഡിയും ആണ് കറക്റ്റ്. ഗോൾഡ് ഓർണമെൻറ്റ് ഈസ് എ മിക്സ്ചർ, കാർബൺ ഡയോക്സൈഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസ്. ഇത് ഓപ്ഷൻ സിയും ഡിയും ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലുള്ള എല്ലാ പേജിലെയും മുഴുവൻ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്ത മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ സബ്സ്റ്റൻസിന് ഉദാഹരണം ഏതാണ് എന്ന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എയർ, വാട്ടർ, മിൽക്ക്, സോയിൽ. അപ്പോൾ നമുക്ക് അറിയാം എയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ എയറിലെ കമ്പോണൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറാണ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുള്ള മോളിക്യൂൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഓക്കെ,
അപ്പോൾ വാട്ടറാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിക്സ്ചർ. അപ്പോൾ ഏതാണ് മിക്സ്ചർ എന്ന് എല്ലാവർക്കും അറിയാം. വൺ ഓർ മോർ കോമ്പോണൻസ് മിക്സ് ആയിട്ടുള്ള മിക്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഓക്സിജൻ തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, സോൾട്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സോൾട്ട് സൊല്യൂഷൻ ആണ് എന്ത് മിക്സ്ചറിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഒക്കെ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നെക്സ്റ്റ്, ബ്രാസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്, ഹെട്രോജീനിയസ് മിക്സ്ചർ, ഹോമോജീനിയസ് മിക്സ്ചർ, എലമെന്റ്. കറക്റ്റ് ആൻസർ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഇനി അടുത്തത് വിച്ച് മിക്സ്ചർ ഹാസ് കമ്പോണൻസ് ദാറ്റ് ആർ നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഏതാണ് സോൾട്ട് സൊല്യൂഷൻ ആണോ, എയർ സൊല്യൂഷൻ ആണോ, സോയിൽ ആണോ, ഷുഗർ സൊല്യൂഷൻ ആണോ? അപ്പോൾ നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോയിലാണ് ആൻസർ പറയാം. ഓക്കെ, വിച്ച് മെത്തേഡ് സെപ്പറേറ്റ്സ് ഇൻസോല്യൂബിൾ സോളിഡ്സ് ഫ്രം ലിക്വിഡ്. ഇൻസോല്യൂബിൾ സോളിഡ്സിനെ നമ്മൾ ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ, ഡിസ്റ്റിലേഷൻ, കണ്ടൻസേഷൻ. അപ്പോൾ ഇൻസോല്യൂബിൾ സോളിഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ചായപ്പൊടി, ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കുന്നത്. ചായപ്പൊടി എന്ന് പറയുന്നത് ഒരു സോളിഡാണ്, അത് ഇൻസോല്യൂബിൾ ആണ്, അതൊരിക്കലും അതിൽ സോൾവായി പോവില്ല. ചായ എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ വിച്ച് മെത്തേഡ് സെപ്പറേറ്റ്സ് ഇൻസോൾയൂബിൾ സോളിഡ് ഫ്രം ലിക്വിഡ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഫിൽട്രേഷനാണ്. നമ്മൾ ഇവാപ്പറേഷനൊക്കെ മെത്തേഡ് വേറെ പഠിച്ചു. നമ്മൾ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് എയർ? എയറിൽ എന്തൊക്കെയുണ്ട്? ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ഒക്കെ എയറിലുണ്ട്. പക്ഷേ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? നൈട്രജൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ. ഇതിൽ ഏതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ? ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, അവിടെ വേറെ വേറെ രുചിയായിരിക്കും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ രുചിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഹെട്രോജീനിയസ് അല്ല, ഹോമോജീനിയസ് ആണ്. ഷുഗർ സൊല്യൂഷൻ ഹോമോജീനിയസ് ആണ്. ഫ്രൂട്ട് സാലഡ് ആണ് ഇതിൽ ഹെട്രോജീനിയസ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ഫ്രൂട്ട് സാലഡ്. ഹൗ ക്യാൻ സാൾട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം വാട്ടർ? വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് സാൾട്ട്, ഉപ്പ് വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് സാൾട്ട് സെപ്പറേറ്റ് ചെയ്യാം? ഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഡിക്കാൻറ്റേഷൻ. അപ്പോൾ നമുക്കറിയാം ഇവാപ്പറേഷൻ ആണ്. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എലമെൻറ്റ്. എലമെൻ്റ് ആണ് ഇതിലേതാന്ന്? വാട്ടർ ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, സാൾട്ട് സൊല്യൂഷൻ ആണോ? ഇതിൽ ഓക്സിജൻ ആണ് എലമെൻറ്റ്. വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബണും ഓക്സിജനും ചേർന്നതാണ്. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ടും വാട്ടറും ചേർന്നതാണ്. ഓക്സിജൻ ആണ് ഇതിലൊരു എലമെൻറ്റ്. ഓക്കെ, ഒക്കെ ദ പ്രോസസ് ഓഫ് റിമൂവിങ് സോളിഡ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം വാട്ടർ ഈസ് കോൾഡ്. അപ്പോൾ സോളിഡ് ഇമ്പ്യൂരിറ്റീസ് വാട്ടർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന്, ആ സെപ്പറേഷൻ മെത്തേഡിന് നമ്മൾ പറയുന്ന പേര് ഫിൽട്രേഷൻ, സെഡിമെൻറ്റേഷൻ, ഇവാപ്പറേഷൻ, ഡിസ്റ്റിലേഷൻ. കറക്റ്റ് ആൻസർ എന്താണ്? ഫിൽട്രേഷൻ. എ ഹോമോജീനിയസ് മിക്സ്ചർ ഈസ് ഓൾസോ കോൾഡ് സൊല്യൂഷൻ, കോമ്പൗണ്ട്, എലമെൻറ്റ്, ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിനെ നമുക്ക് വേറെ ഒരു പേര് വിളിക്കാം, എന്താണ്? സൊല്യൂഷൻ എന്നും വിളിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്യുവർ സബ്സ്റ്റൻസ്. ഇതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ പ്യുവർ സബ്സ്റ്റൻസ് അല്ലാത്തത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ, കോപ്പർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്. കറക്റ്റ് ആൻസർ എയർ ആണ്. എയർ എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗ്യാസസ് ഉള്ളതാണ് എയർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതിന് പറയുന്ന പേര് ഫിൽട്രേഷൻ, സെഡിമെൻറ്റേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ഇവാപ്പറേഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഇവാപ്പറേഷൻ നമുക്കറിയാം സാൾട്ട് ഫ്രം സാൾട്ട് വാട്ടർ ആണ്. ഫിൽട്രേഷൻ നമുക്കറിയാം ടീ ഡസ്റ്റ് ഫ്രം ടീ ആണ്. ഓക്കെ, സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് മഡ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. നെക്സ്റ്റ്, ഗോൾഡ് ഓർണമെൻറ്റ്സ് ആർ എക്സാമ്പിൾ ഓഫ്. ഗോൾഡ് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ, മിക്സ്ചർ ആണോ, കോമ്പൗണ്ട് ആണോ, എലമെൻ്റ് ആണോ? മിക്സ്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ. ഇതിൽ ഏതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ? ഷുഗർ സൊല്യൂഷൻ, സോയിൽ, സോൾട്ട് സൊല്യൂഷൻ, ബ്രാസ്. കറക്റ്റ് ആൻസർ എന്താണ്? സോയിലാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയ്ഡ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഒരൊറ്റ ടൈപ്പ് ആറ്റം ഉള്ള ഏതാണ് ഇതിൽ? ഓക്സിജൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, സാൾട്ട് ആണ്, എയർ ആണ്? സിമ്പിൾ ആണ്, ഓക്സിജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബണും ഓക്സിജനും അടങ്ങിയിട്ടാണ്. സാൾട്ട് എന്ന് പറയുന്നത് സാൾട്ടിൽ ഒരുപാട് കോമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്, എയറിലും ഒരുപാട് കോമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമ്പൗണ്ട്?
ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, അയൺ. കറക്റ്റ് ആൻസർ ആണ് കാർബൺ ആണ്. ഇനി സാൻഡ് ആൻഡ് വാട്ടർ ഫോം വിച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചർ? ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്, സൊല്യൂഷൻസ്, കോമ്പൗണ്ട്. സാൻഡും വാട്ടറും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഹെട്രോജീനിയസ് ആണ്. സാൾട്ട് ആൻഡ് വാട്ടർ ഫ്രം വിച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചർ? സാൾട്ടും വാട്ടറും മിക്സ് ചെയ്തിട്ടുണ്ട്, അത് ഏത് ടൈപ്പ് ഓഫ് മിക്സ്ചർ ആണ്? ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്, കോമ്പൗണ്ട് എലമെന്റ്. ദറ്റ് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഹോമോജീനിയസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇതിൽ ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Atoms combine to form molecules. Molecules combine to form atoms. Atoms can form mixtures directly. Molecules cannot be common. Correct answer, atoms combine to form molecules. Atoms ചേർന്നാണ് molecules ഉണ്ടാവുന്നത്. Air contains എന്താണ് എയറിലുള്ള? ഓൺലി ഓക്സിജൻ, ഓക്സിജൻ, നൈട്രജൻ, ഓൺലി കാർബൺ ഡൈ ഓക്സൈഡ്, ഓൺലി ഹൈഡ്രജൻ. അപ്പോൾ ഇതിൽ ഏകദേശം ഓപ്ഷൻ ശരിയായി വരുന്നത് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആണ്. ഓക്കെ, അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന പാഠഭാഗത്തിൽ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന പാഠഭാഗം 5 പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പേജ് വൈസ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സയൻസ് ഡയറിയിൽ എഴുതേണ്ട കുറിപ്പുകളും അതേപോലെ തന്നെ ടേബിളൊക്കെ ഫില്ല് ചെയ്തിട്ട് മുഴുവൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.